ഒരു പകൽവേളയിൽ കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് സഹായിച്ച വിധങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൂരത്തും ചാരത്തുമായി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അതിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ആഴത്തിലുള്ള വിഷയങ്ങളെ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് പകൽ നേരം പരിശുദ്ധാത്മാവ് ചെന്ന ചില വചനങ്ങളെ ഇന്ന് പകൽ നേരം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. സ്തോത്രം. 15-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം. ആമേൻ. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുവിൻ. സ്തോത്രം. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തില് ഉപമകളും ഉപദേശങ്ങളും വളരെ ശക്തമായി കൊടുക്കുന്ന ഭാഗങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ, സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് തന്നെ, ദൈവപുത്രനും ദൈവമായിട്ടും വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. യോഹന്നാൻ അതിന്റെ 15-ാം അധ്യായത്തില് 15-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ വായിക്കുമ്പോൾ യോഹന്നാൻ പല വിഷയങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്. വിശേഷിച്ച് അവിടെ വായിക്കുന്നത് ഞാൻ മുന്തിരിവള്ളിയും തോട്ടക്കാരനുമാകുന്നു. അവൻ നീക്കിക്കളയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ 15-ാം അധ്യായത്തിലേക്ക് നമ്മളിവിടെ യോഹന്നാൻ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ സ്തോത്രം വചനങ്ങൾ, സ്തോത്രം, യോഹന്നാൻ അത് എടുത്തെഴുതുന്ന സമയത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, ദൈവം തനിക്കുള്ളതിനെ ദൈവം സൂക്ഷിക്കുകയും അതിനെ ഒരുക്കുകയും നിനയുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ വായിക്കുമ്പോൾ ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇത് പറയുമ്പോൾ ഇതിന്റെ ഒടുവില് മധ്യഭാഗത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വായിച്ച വാക്യം ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ എന്ന വിഷയത്തിലേക്ക് സ്തോത്ര അപ്പോസ്തലനായ യോഹന്നാനോട് പറയുന്നത്. അപ്പൊ ലോകം പകയ്ക്കുക എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ അതൊരു നല്ല അടയാളമാണ്. കാരണം ലോകത്തെ സ്നേഹിക്കാനല്ല, ലോകത്തെ വെറുക്കുവാനാണ്, അല്ലെ ലോകത്തെ വെറുത്ത് ക്രിസ്തുയേശുവിനോട് കൂടെ നിൽക്കുവാനാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ഉപദേശം എന്ന് പറയുന്നത് ലോകത്തോടുകൂടെ കലരുവാനല്ല, അതിനോട് ഇടപഴകുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് സ്തോത്രം ലോകത്തെ വിട്ട് ക്രിസ്തുവിന്റെ കൃപയിൽ നിലനിൽക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം, പുത്രനാകുന്ന യേശു ക്രിസ്തു എന്താണ് നമ്മളോട് പറയുന്നത് അത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. ചിലർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വേറെ പറയും, ക്രിസ്തു പറഞ്ഞതല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. അങ്ങനെയല്ല. ദൈവ ആത്മാവാകുന്ന അവർ ഏകമാകുന്നു. തൃത്വത്തിൽ അവർ ഏകമാകുന്നു. ഏക ദൈവത്തിൽ 3 വ്യക്തികളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം തന്നെയാണ് പുത്രൻ ചെയ്യുന്നത്, പുത്രന്റെ ഇഷ്ടം തന്നെയാണ് പരിശുദ്ധാത്മാവും ചെയ്യുന്നത്. നമ്മളിൽ പരിശുദ്ധാത്മാവാണ് വ്യാപരിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിനെയാണ് നാം അനുസരിച്ച് നടക്കുന്നതെങ്കിൽ, പുത്രനാകുന്ന യേശു ക്രിസ്തു പറഞ്ഞ ഉപദേശം പരിശുദ്ധാത്മാവ് നമുക്ക് പൊരുൾ തിരിച്ചറിയിച്ചു തരും. മറ്റൊരാത്മാവാണെങ്കിൽ ഒരിക്കലും ദൈവാത്മാവിന് കീഴ്പ്പെടുകയില്ല, ഒരിക്കലും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുകയില്ല. അപ്പോൾ ഇന്ന് പകർന്നേരം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ, അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുത അടയാളവും കണ്ടിട്ടുള്ളവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. കർത്താവ് റിപ്പോർട്ട് ചെയ്യുന്നത് കർത്താവിനെ പകയ്ക്കുന്ന ഒരു ലോകത്തെ തന്നെയാണ് സ്വന്തം കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അത്ഭുത അടയാളം കണ്ടുകൊണ്ട് തുള്ളലും ചാട്ടമായിട്ട് പോകുന്നതിന്റെ മേൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ലെന്ന് വേണം മനസ്സിലാക്കുവാൻ.
കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, പത്രോസിനുണ്ടായിരുന്ന പടകിൽ അല്ലേ ഒന്നിൽ കർത്താവ് കയറിയിട്ട് പത്രോസിനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? അല്പം ഒന്ന് നീക്കുവാൻ പറഞ്ഞു. നീക്കി കഴിഞ്ഞപ്പോൾ അതൊരു എന്താ പറയുക, ഒരു സ്റ്റേജായി. പത്രോസിന്റെ പടക് ഒരു സ്റ്റേജായി. ആ പടകിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. ആ സംസാരിച്ച വിഷയങ്ങൾ സ്വത്രം ഒന്നും തന്നെ പത്രോസ് അത് കേട്ടുകൊണ്ടിരുന്നു എന്നാ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ എന്നാ സംഭവിച്ചു? ഈ പത്രോസ് സ്വത്രം കർത്താവിന്റെ പ്രസംഗം കഴിഞ്ഞ് പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസേ നിന്റെ വലയൊന്ന് ഇറക്ക്. നമ്മൾ ഇവിടെ മുതൽ നമുക്കും കത്തത്തുള്ളൂ. ഇതിനു മുമ്പ് പറയുന്നൊന്നും നമുക്ക് കത്തത്തില്ല. എന്നാ കാരണം? പരിശുദ്ധാത്മാവ് അല്ലാത്തത് കൊണ്ടാണ്. കാരണം പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ വലയൊന്ന് ഇറക്ക്. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവെ ഞങ്ങൾ 4 യാമത്തോളം ഞങ്ങൾ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് എന്ത് വേണം? സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, സ്തോത്രം. കർത്താവ് പറഞ്ഞു, നീ വല ഇറക്ക്. അപ്പോൾ മറുപടി കേട്ടത് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈ മറുപടി കേട്ട് പറഞ്ഞു, നിന്റെ വാക്കിന് ഞങ്ങൾ വല ഇറക്കാം. ഇതൊക്കെ നമുക്ക് അറിവുള്ളൂ. എന്താ കാരണം? അതാണ് സ്തോത്രം. ചിലർക്ക് വചനത്തിലല്ല താല്പര്യം ഇരിക്കുന്നത്. അവരെന്നും ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ മാത്രമാ ദൈവത്തോട് ബന്ധമുള്ളൂ. സ്തോത്രം. ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവേ ഇന്ന് പോകുന്ന വഴി കൂടെ ഇരിക്കണം, തക്കതായ ഭക്ഷണം തരണം, വസ്ത്രം തരണം, അപകടമൊന്നും ഉണ്ടാകരുത്, തിരിച്ചിവിടെ ഞാൻ ഇതുപോലെ വരണം. കാര്യം ഈ വഴിയിലെല്ലാം നീ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി കാക്കുന്ന പോലെ എന്നെ കാത്തോണം. വേറെ ഒന്നും കർത്താവോട് പറയാനില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുറെ പേരുണ്ട്. ഹല്ലേലൂയ. തന്റെ ദൈനംദിന കാര്യം എങ്ങനെയും നടക്കണം. ഈ പെന്തക്കോസിന്റെ അകത്ത് ഈ നിലവാരത്തിൽ മുന്നോട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തില് ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ദൈനംദിന കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കണം? കുത്തിമറിഞ്ഞ് സാക്ഷ്യവും നഷ്ടപ്പെടുത്തി ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കണം, അതല്ല ക്രിസ്തീയ ജീവിതം. വില കൊടുക്കുവാൻ താല്പര്യപ്പെടണം. കർത്താവിന്റെ ഉപദേശവും ജീവിതവും നിമിത്തം കർത്താവിനെ ലോകം പകച്ചു. നമ്മളെ ആരെങ്കിലും പകയ്ക്കുന്നുണ്ടോ? നമ്മളെ ആരെങ്കിലും നമ്മളോട് നോ പറയുന്നുണ്ടോ? നമ്മളെല്ലാം ചേർത്ത് പിടിക്കുകയല്ലേ? കാരണം എന്നാ? നിന്റെ വായിൽ ഇതുവരെ ഒരു വചനം പോലും വന്നിട്ടില്ല. ഒരിക്കൽ ഞാൻ സ്തോത്രം രണ്ടുപേര് ഇതുപോലെ അടുത്ത് വന്നപ്പോ അവരോട് പറഞ്ഞു, നിങ്ങള് അവരുടെ കുടുംബക്കാരുടെ വീട്ടിൽ വിശ്വാസികളാ, അവരുടെ കുടുംബക്കാരുടെ വീട്ടിലൂടെ എല്ലാം പോകാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം, നിങ്ങൾ എന്തിനാ പോകുന്നത്? പറഞ്ഞു, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം വരും. വരുന്നവരാരും രക്ഷിക്കപ്പെട്ടവരല്ല, ജാതികളാണ്. അപ്പൊ രക്ഷിക്കപ്പെടാതെ കിടക്കുന്ന അവരുടെ ഇടയിൽ ഈ പിള്ളേർ പോവാ. ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോ ഒരു കാര്യം ചെയ്യും, അവരോട് സുവിശേഷമൊക്കെ പറയാറുണ്ടോ? അപ്പൊ തലയൊന്നും ആടുന്നില്ല. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 2 ട്രാക്ട് കൊണ്ടുപോകും. അങ്ങനെ 2-3 ട്രാക്ട് കയ്യിലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോ അവിടെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ കൊടുക്കണം. അപ്പൊ 2 ട്രാക്ട് കൊടുത്ത് 3ാമതൊരു ട്രാക്ട് കൊടുത്ത് പറഞ്ഞു, വേണ്ട. കാര്യം എന്നാന്നറിയാവോ? ഈ കർത്താവിനെ സാക്ഷീകരിക്കാൻ മടിയാ. കർത്താവിന് ഇങ്ങനെയുള്ള വേസ്റ്റുകളെ ചുമക്കൂന്നാണോ വിചാരിക്കുന്നത്? കർത്താവിനെ നിന്ദിക്കുന്നവരെ കർത്താവ് ചുമക്കത്തില്ല കേട്ടോ. കർത്താവിന് പരിധി ഇടുന്നവനൊന്നും കർത്താവിന് ചുമക്കത്തില്ല. കാര്യം കർത്താവ് വിശ്വസ്തരെ തേടിയാണ് കർത്താവ് വന്നത്. കർത്താവ് പാപികളെ തേടി വന്നു. എന്നാൽ സ്തോത്രം, കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരെ വിശ്വസ്ത മനുഷ്യരാക്കി കർത്താവ് നിർത്താൻ പ്ലാൻ ചെയ്യുന്നത്. കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം ലജ്ജിക്കുന്നവനെല്ലാം തന്റെ വിശുദ്ധ ദൂതന്മാരുമായി കർത്താവ് വരുമ്പോൾ അവര് ലജ്ജിച്ചു പോകും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതെന്ന് പറഞ്ഞ വിശ്വാസമില്ല, കോൺഫിഡൻസ് ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇച്ഛാശക്തി ഉണ്ട് പലർക്കും, പക്ഷെ അത് വിശ്വാസമല്ല. പലർക്കും കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ ഫെയ്ത്ത് ഇല്ല. ഫെയ്ത്ത് വേറെ, കോൺഫിഡൻസ് വേറെ. ചിലവർ നിങ്ങൾ പിന്നെ എനിക്ക് നല്ല ഉറപ്പാ, അത് കോൺഫിഡൻസാ, അത് വിശ്വാസമല്ല. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ്. പ്രവൃത്തിയുള്ള വിശ്വാസമാണ് വിശ്വാസം. ആമേൻ. ഹല്ലേലൂയ. പ്രവൃത്തിയുള്ള വിശ്വാസമാണ് വിശ്വാസം, അല്ലാത്തത് നിർജീവമാണെന്ന് മനസ്സിലാക്കണം. ആമേൻ. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? പിന്നെ ഉണ്ടോന്നോ? കുറച്ച് ആഴത്തിൽ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നിൽക്കുന്നത്. 2 കാലയിലൊന്നും ഇങ്ങനെ നിൽക്കുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ എന്താണ്? കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് ഒത്തിരി പേര് കർത്താവ് തന്റെ പദ്ധതിക്ക് വിളിച്ചിട്ടും ആ പദ്ധതി വരാതെ ഓടിപ്പോകുന്ന ഒത്തിരി പേരുണ്ട്. കാരണം എന്നാ? കർത്താവിന് ഇഷ്ടമാണ്, പക്ഷെ ജീവിതം ഒന്നും ഒഴിഞ്ഞു വെക്കാനൊന്നും റെഡിയല്ല. പിന്നെ നിന്റെ എന്നാ ഇഷ്ടമാണ്? ആർക്ക് വേണം നിന്റെ സ്നേഹം?
ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ദേശത്തിലെ ദേശാധിപതിയുടെ അടുക്കൽ കൊണ്ടുവരണം, അല്ലേ? എന്ന് പറഞ്ഞ ദേശത്തിലെ ഗവർണറുടെ അടുത്തോ അല്ലെങ്കിൽ എന്താ പറയുന്നത് പട്ടണത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത് കൊണ്ട് നീ എനിക്ക് അർപ്പിച്ചത് അവിടെ ഒന്ന് അർപ്പിക്കുക. ആ വ്യക്തി പ്രസാദിക്കോ? ഇല്ല. അവനും പ്രസാദിക്കാത്ത ദൈവത്തിന് കൊണ്ടായി കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്? നല്ല പരിപാടിയല്ലേ? ആർക്കും വേണ്ടാത്ത, പണ്ടൊരു ചോദ്യമുണ്ട്, പട്ടിക്കും വേണ്ടാത്ത ആർക്ക് കൊടുക്കണം? അപ്പന് കൊടുക്കണം, അല്ലേ? പട്ടിക്കും വേണ്ടാത്ത അപ്പന് കൊടുക്കണം. അങ്ങനെയുള്ളവരുണ്ട്. എന്താ കാര്യം? ഒന്നിനും വേണ്ടാത്ത ചവറല്ല കർത്താവിന് കൊണ്ട് കൊടുക്കേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠമായതാ കൊണ്ട് കൊടുക്കേണ്ടത്. വസ്തുക്കളല്ല, ഏറ്റവും ശ്രേഷ്ഠം നിന്റെ ഹൃദയമായിരിക്കും. നിന്റെ ഹൃദയം എവിടെ ഇരിക്കുന്നു, അല്ലെ നിന്റെ മനസ്സ് എവിടെ ഇരിക്കുന്നു, അവിടെ നീ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ചിലർ ഇവിടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് ഇങ്ങനെ പോയി ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ അടുത്ത പാർക്കിലേക്ക് പോകും, അടുത്ത ഹോട്ടലിലേക്ക് പോകും, അടുത്ത മൂവാറ്റുപുഴയ്ക്ക് പോകും, എറണാകുളത്തിന് പോകും, അല്ലെ? ഉള്ള മാളിക്കൂടെ എല്ലാം കറങ്ങി നടക്കുന്ന ജീവിതങ്ങളുണ്ട്. അവരിതുവരെ ജീവിതത്തിൽ ആത്മീക വിഷയത്തിൽ ഒരു ജയം കണ്ടെത്തിയിട്ടില്ല. ഒരു ജയം കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയുള്ള അനുഭവമുണ്ട്. ജയിക്കാത്തവർ ഒന്ന് വായിച്ചേ, വാക്യം ഒന്നുകൂടെ വായിച്ചേ. വായിച്ചേ. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുവിൻ. 18-ാം വാക്യം. 19. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ സ്നേഹിക്കുമായിരുന്നു. കണ്ടോ? എന്തുകൊണ്ടാണ്? ആരാണ് ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് അറിയാവോ? കർത്താവ് ഒരുവനെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ഉൾബോധം ഉള്ളവർ മാത്രമേ ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നുള്ളൂ. കാര്യം, എന്നെ രക്ഷിക്കേണ്ടതിനാണ് കർത്താവ് തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. പ്രിയപുത്രന്റെ ശരീരത്തിൽ നിന്ന് ഊർന്നിറങ്ങിയ ചുടുചോര എന്റെ അകൃത്യവും പാപവും നിമിത്തമാണ് അത് സംഭവിച്ചത്. അവൻ അറുക്കപ്പെട്ടതും മുറിവേറ്റതും എന്റെ അകൃത്യ നിമിത്തമാണ്. അതുകൊണ്ട് എന്നെ ലോകത്തിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇനി അതിൽ തുടരുത് എന്ന ഉൾബോധം മനസാക്ഷിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. ചിലരുടെ മനസാക്ഷി മരവിച്ച് കിടക്കുകയാണ്. ആമേൻ. അവരുടെ മനസാക്ഷി അവരോട് സംസാരിച്ചത് കേൾക്കാത്ത നിലവാരത്തിൽ മനസാക്ഷിയെ ലംഘിച്ച് ജീവിച്ചു പോയി. വലിയ പാവമാണ്. ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അടപ്പിന്റെ എങ്ങനെ തിരിച്ചു വരും, ഒരു പരിധി വരെ മുറുകും, അല്ലെ? ആ മുറുകിക്കഴിഞ്ഞ് വീണ്ടും ശക്തമായിട്ട് മുറുക്കി എന്നാ പറ്റും? പിരി വെട്ടിപ്പോയ അവസ്ഥയുണ്ട്. ചിലരുടെ മനസാക്ഷി അങ്ങനെയാ. വലിയ അപകടമോ മരണം ഉൾപ്പെടെ സംഭവിക്കും. എന്നോട് പറഞ്ഞ കാര്യം, കൗൺസിലിങ്ങിന്റെ ക്ലാസ്സിൽ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഈ പിരി വെട്ടി കിടന്നാ പിന്നെ അത് മുറുക്കാൻ കൊള്ളത്തില്ല. കാര്യം, മുറുക്കി വരുമ്പോ അത് മുറുകും എന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോ പിരി വെട്ടി ഇടത്ത് വരുമ്പോ ഒന്ന് തെറ്റിപ്പോകും. വീണ്ടും അത് മുറുക്കി വരും. വീണ്ടും ആ പിരി വെട്ടി ഇടത്ത് വരുമ്പോ വീണ്ടും തെറ്റിപ്പോകും. ഇങ്ങനെ പോകുന്ന വിശ്വാസി നിന്നെ കർത്താവ് നീക്കിക്കളയും കേട്ടോ. അത് മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം കേട്ടൊരു കാര്യം, നമ്മള് തിരുമേശ ശുശ്രൂഷയിലേക്ക് വരുമ്പോഴാണ്, അല്ലെ? ഇത് ഹേതുവായി നിങ്ങൾ അനേകർ ബലഹീനരാകുന്നു, രോഗികളാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഹല്ലേലൂയ. ഒരു മീറ്റിംഗിൽ വന്നപ്പോൾ ഒരു ദൈവദാസൻ ഈ വിഷയം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞാണ്, അദ്ദേഹം വേറൊരു സഭയിൽ ചെന്ന് തിരുമേശ എടുക്കാൻ നേരത്ത് അവരുടെ മുകളിലുള്ള വാസ്തു പറഞ്ഞു, അവിടെ ഒന്നും പ്രസംഗിക്കണ്ട, അവിടെ ഒന്നും പറഞ്ഞു, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാ മതി എന്ന്. എടാ, നിന്റെ ഈ ഒടുക്കത്തെ തേപ്പ് എത്ര പേരെ നിത്യ നരകത്തിൽ വിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അയോഗ്യമായി തിരുമേശയെടുത്ത അനേകർ രോഗികളാകുന്നു. സ്തോത്രം. അവിടെ പറയുന്നു, 1 കൊരിന്ത്യർ നമ്മൾ വായിക്കുന്ന അനേകർ രോഗികളാകുന്നു. കുറ്റക്കാരനാവും. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നിന്നപ്പോ എന്നോട് ആ ദൈവദാസൻ പറഞ്ഞ കാര്യം, ഈ തിരുമേശ എടുക്കുമ്പോൾ അത് അയോഗ്യമായി എടുത്താൽ നിദ്ര കൊള്ളുന്നു എന്ന് പറയുമ്പോൾ 2 നിദ്രയെ കുറിച്ചാണ് നമ്മളെല്ലാം, ഞാൻ ഈ തിരുമേശ എടുക്കുന്ന സമയത്ത് അത് പറഞ്ഞു പോകുന്നെങ്കിലും അത് പൂർണ്ണമായി പറയാൻ പറ്റില്ല. പക്ഷേ നിദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ നിദ്രയുണ്ട്, നമ്മുടെ ജഡത്തിന്റെ നിദ്രയുണ്ട്. നിദ്ര പ്രാപിക്കുക മീൻസ് മരിച്ചു പോകാന്ന് തന്നെ അർത്ഥം. മനസ്സിലാക്കണം. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാം. ഇംഗ്ലീഷ് വായിച്ചോ, പറ്റുമെങ്കിൽ വായിച്ചോ.
Many among you are weak and sick. കണ്ടോ, many among you Weak and sick. weak and sick. And a number sleep. കണ്ടോ, and a number sleep. കാരണം പുതിയ നിയമ വെളിച്ചത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് മരണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിദ്ര എന്നാ പറഞ്ഞിരിക്കുന്നത്, ഡെത്ത് എന്നല്ല, സ്ലീപ്പ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്നാ? നീ തിരുമേശ അയോഗ്യമായി എടുത്താൽ മകനെ ഈ ഓട്ടം വേഗം തീരുമെന്നാ പറഞ്ഞേക്കുന്നത്, അല്ലേ? ഓട്ടം വേഗം തീരുകയും പറന്നു പോവുകയും ചെയ്യും. എന്തുകൊണ്ടാ പറന്നു പോകുന്നത്? പലരും ഇതുപോലെ നിദ്ര പ്രാപിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. കാരണം എന്നാ? ഇവിടെ പലപ്പോഴും ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് ആരും വരുന്നില്ല. സ്തോത്രം. വരുന്ന ജനം വരാത്തത് കൊണ്ട് ഈ ഉപദേശത്തിൽ സത്യം പറയുന്നില്ല. ഹല്ലേലൂയ. നമ്മളിന്ന് വായിച്ച ആ എബ്രായ ലേഖനത്തിന്റെ അകത്ത് 13 അധ്യായം നമ്മൾ വായിച്ചതുപോലെ ഇത് കണക്ക് ബോധിപ്പിക്കേണ്ടിവരാണ്. ഓരോ ശുശ്രൂഷകനും, ഓരോ വ്യക്തിയും കണക്ക് ബോധിപ്പിക്കണം. ഞാൻ നിങ്ങളെ ഓരോരുത്തരെ കുറിച്ച് കണക്ക് ബോധിപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവ് എന്നോട് ചോദിക്കും, ഇങ്ങനെയൊക്കെ നടന്നിട്ട് നീ സംസാരിച്ചോ ചെയ്തോ നടത്തിയോ എന്നുള്ള ആ നിലവാരത്തിലുള്ള ചോദ്യം സ്വർഗത്തിന്റെ കാര്യം അവിടെ എല്ലാം പ്രദർശിപ്പിക്കപ്പെട്ടേക്കുവാ. നീ പറഞ്ഞോ എന്നുള്ള ചോദ്യമില്ല. പിന്നെ എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് എവിഡൻസ് അവിടെ, ഞാൻ പറഞ്ഞ വാക്കുകൾ അവിടെ കാണും, ഞാൻ ശാസിച്ച വാക്കുകൾ അവിടെ കാണും, ഞാൻ തരംതിരിച്ച വാക്കുകൾ അവിടെ കാണും. ആ വാക്കുകളാണ് കർത്താവ് എടുക്കുന്നത്, മനസ്സിലായോ? അല്ലാതെ നീ പറഞ്ഞോടാ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നീ ബോധക്കേടൊന്നും അവിടെയില്ല. ഇവിടെ കള്ളം പറഞ്ഞു വല്ല അളവും വിളച്ചിലും കാണിച്ചു ഒളിച്ചിരിക്കുന്ന അവിടെ ചെല്ലുമ്പോണ്ടല്ലോ എല്ലാം പറിച്ചിങ്ങോട്ട് ഇടും കർത്താവ്. സകല മനുഷ്യരും കാണുക ഇടുന്നത്. പോകുന്നവന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അല്ലെ പിന്നെ സമുദായക്കാര് പറയുന്ന പോലെ എന്നെ പറഞ്ഞു അവരെ അന്ത്യവിധി നാളിൽ അല്ലെ അവർ ഉയർക്കേണ്ടതാവുന്നു. അന്ത്യവിധി നാൾ ഏതാ? വെള്ള സിംഹാസന ന്യായവിധി ഉയർക്കാൻ വേണ്ടി അടക്കുകയാണ്. വിശുദ്ധരെ അടക്കുന്നത് വെള്ള സിംഹാസന ന്യായവിധി പോകാൻ വേണ്ടിയാണോ? കർത്താവിന്റെ മടങ്ങി വരവിലല്ലേ? ആമേൻ. തേജസ്സിന്റെ സിംഹാസനത്തിൽ, ആമേൻ, ബീമാ സീറ്റിലാണ് ഇരിക്കുന്നത് കർത്താവ്. മനസ്സിലാക്കണം. എന്നാൽ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ഉണ്ട്, അത് ഉത്തര വെച്ചേക്കുന്ന. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തവരും ഉപദേശം അനുസരിക്കാത്തവരും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചവനൊക്കെ അങ്ങ് കിടക്കും 1000 ആണ്ടിന്റെ ഒടുക്കൽ. സ്വന്തം കാകളൊന്നും ഒരുക്കുമ്പോൾ സകല ദുഷ്ടന്മാരും എഴുന്നേറ്റ് വരുന്നതിന്റെ കൂടെ സ്തോത്രം പറഞ്ഞ് നീ എഴുന്നേറ്റ് വരും. കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം അവിടെ ചെല്ലുമ്പോ ദൈവവേല ചെയ്തിട്ടുള്ളവരെല്ലാം ചെന്ന് ഇന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി അവിടെ തെളിവുണ്ട്. സകല ഊടായ്പും കാണിച്ച് വിളച്ചിലും കാണിച്ച് ആരെയാണ് കളിപ്പിക്കുന്നത്? ഞാൻ പറയട്ടെ, ആരംഭത്തിൽ പറഞ്ഞ ആ 1 അകത്ത് തിരുമേശയുള്ള ബന്ധത്തിൽ അനേകർ നിദ്ര കൊള്ളൂ എന്ന് പറയുന്ന ആ ഭാഗത്തിന്റെ അകത്ത് കഴിഞ്ഞ ദിവസം കേട്ട ദൈവദാസനോട് പറഞ്ഞ കാര്യം പലയിടത്തും ഇത് പറയിപ്പിക്കുന്നില്ല. പലരും പറയാം അത് വായിച്ച് വിട്ടാ മതി. അപ്പോഴോ ഞാൻ പറയാം എന്നാ സംഭവിക്കുന്നത്? സഭയ്ക്കകത്ത് ദുർനടപ്പ് വിടാത്തവൻ അവിടെ ഇരിക്കും, പെണ്ണ് കേസ് വിടാത്തവരോട് ഇരിക്കും, ഒളിച്ചൊളിച്ച് വലിയും കുടിയുള്ളവരുണ്ട്, അവൻ അവിടെ അനങ്ങാതിരിക്കും. അപ്പൊ ഈ പാത്രം കൊണ്ട് ചെല്ലുമ്പോ അവന്റെ മനസാക്ഷി ഉള്ളും പറയുന്നത് എന്നാണെന്നറിയോ? ആ ഭാഗമൊന്നും അങ്ങനെയൊന്നും ശക്തമായിട്ട് ദൈവദാസൻ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഇന്ന് കർത്തൃവേശ എടുക്കാന്ന്. നീ തട്ടിപ്പോവും അറിഞ്ഞോ? ഹല്ലേലൂയ. വായിച്ചേ വാക്യം ഒന്നും കൂടെ വായിച്ചേ. വായിച്ചേ. ബലഹീനരും രോഗികളും ആകുന്നു. കണ്ടോ? ബലഹീനത രോഗം. ജീവിതത്തിൽ രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജീവിതം ശരിക്കും പരിശോധിച്ചോണം. സകല ദുഷ്ടതയും കാണിച്ചോണ്ട് ജീവിച്ചിട്ടൊന്നും സ്വർഗത്തിൽ പോരാ. കർത്താവ് വിളിച്ച് വേർതിരിച്ചതാണ് ആ ബോധം ഉള്ളിൽ വേണം. മനസ്സിലായോ? കർത്താവിന്റെ സന്നിധിയിൽ വന്നാൽ ആ തിരിച്ചറിയോടുകൂടെ വേണം ജീവിക്കുവാനായിട്ട്. ഞാനൊന്ന് ഓർക്കുന്നത്, രക്ഷിക്കപ്പെട്ട് 2010 മെയ് 22 ഞാൻ സ്നാനമേറ്റത്. 2010 മെയ് 22 ഞാൻ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന നാളെ മുതൽ ഈ 2024 ഈ നവംബർ മാസം വരെ ഞാൻ ഒരു സഭായോഗം മുടക്കിയിട്ടില്ല. എന്റെ എത്രയോ തിരക്കേറിയ അനുഭവത്തിലൂടെ പഠനത്തിലൂടെ കടന്നുപോയി. അവിടെ ഒന്നും വന്നിട്ടില്ല. എന്നാൽ ഞാൻ ദുഃഖത്തോടുകൂടെ, എന്നാൽ വളരെ അതിശോക്തിയോടെ ഒരു കാര്യം പറയാം. സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞായറാഴ്ച ആവുമ്പോ രാവിലെ ഒന്ന് നോക്കുമ്പോ ചില എണ്ണത്തിന് രോഗമാണ്, ചില എണ്ണത്തിന് പനിയാന്ന് പറഞ്ഞ് ചേറി ഡോർമെട്രി കൂടെ നമ്മൾ പോകുമ്പോ ഇവനൊരു പനിയില്ല, ഇവന് ഫോണും വെച്ച് സിനിമ കണ്ടുകൊണ്ട് കിടക്കുക അവിടെ.
മനസ്സിലാകുന്നുണ്ടോ? ആ ജീവിതത്തിൽ ഒരു വിശുദ്ധിയില്ല. അവിടെ നോക്കുമ്പോ കണ്ടവരെല്ലാം ചാറ്റ് ചെയ്ത് തലകുത്തി പറഞ്ഞ് നടക്കുകയായിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് പറയാം, അവന്മാരൊക്കെ വീട്ടിൽ ഒരു പണിയില്ലാതെ കുത്തിക്കൊണ്ടിരിപ്പുണ്ട്, ഈച്ചയെ കുത്തിക്കൊണ്ടിരിപ്പുണ്ട്. കർത്താവ് വിശ്വസ്തരെയാ നോക്കുന്നേ. മനസ്സിലാകുന്നുണ്ടോ? 3 വർഷം ഒരു സെമിനാരിൽ കിടന്നുകൊണ്ട് ഉള്ള അരിയും പച്ചക്കറി തിന്ന് തീർത്താലൊന്നും ദൈവം നിന്നെ വിളിക്കത്തില്ല. ജീവിതത്തിൽ നേരും സത്യവും വേണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാൻ ആ സെമിനാരിൽ പഠിച്ചുകൊണ്ട സമയത്ത് പലരും ഞായറാഴ്ച ആകുമ്പോഴത്തേനും പോകില്ല. രാവിലത്തെ മോർണിംഗ് ചാപ്പലിനും പോകത്തില്ല, രാവിലത്തെ സഭായോഗത്തിന് പോകത്തില്ല. ചോദിച്ചപ്പോൾ എനിക്ക് വയ്യ ബ്രദർ എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ പാത്ത് കിടക്കും കേട്ടോ. അപ്പൊ ഈ എല്ലാരും കിടക്കുമ്പോ ഈ ഇതാണല്ലോ മറ്റേ മേളിലും താഴെയും ഡോർമെട്രിക്കകത്തെ ഇതാണല്ലോ മെത്തയാണല്ലോ മേളിലും താഴെയായിട്ട് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ അവരോട് പറയും, പറ്റത്തില്ല ബ്രദറെ, ഇന്ന് ഞങ്ങൾ വരുന്നില്ല. അപ്പൊ ഈ മെയിൻ ചാപ്പലിന്റെ പോകുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തോട് ചോദിക്കാനായിട്ട് വരുന്നില്ല എന്ന് ചോദിച്ചു. വയ്യ ഇന്ന് വരുന്നില്ല ബ്രദർ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് എന്നാ ശരി ബ്രദറെ കിടന്ന് ഉറങ്ങിക്കോ. നമ്മളെ ആത്മീകർ അങ്ങനെ വേണ്ടേ പറയും, സാരമില്ല കേട്ടോ, സാരമില്ല കേട്ടോ, ഉറങ്ങിക്കോ കേട്ടോ. അവനെന്നാ വിചാരിക്കുന്നത് നമ്മളെന്നാ അറിയാൻ മേലാത്ത. നമ്മളോട് പറയുമ്പോഴേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തോട് പറയും, മഹാവളച്ചിലാ കാണിക്കുന്നത്. ഇവനൊരു രോഗവും ഇല്ല. ഇവൻ ഇത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ചെല്ലുമ്പോഴാണ് ഇവന്റെ ശരിയായ രോഗം മനസ്സിലാകുന്നത്. അല്ലേ? ശരിയായ രോഗം മനസ്സിലാകുന്നത്. ഞാനൊരു കാര്യം പറയാം കേട്ടോ, അവന്മാർ ഇന്നും ഒരു പണിയില്ല നടപ്പുണ്ട്, ഒരു പണിയില്ല നടപ്പുണ്ട്. ഈ പണിക്കകത്തില്ല, ഈ പണിക്കകത്ത് ഇല്ല, ഈ വേലയ്ക്ക് മാത്രമില്ല, വേറെ പല പരിപാടിക്കകത്തുണ്ട്. ഫോട്ടോ എടുത്ത് കുടുംബസമേതം നിന്ന് അതും ഇതൊക്കെ ചെയ്ത് അവിടെ ഇവിടെ പോയി എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. പുതിയൊരു ഷർട്ട് മേടിച്ചാൽ അത് ഫേസ്ബുക്കിലുണ്ട്, പുതിയൊരിടത്ത് പോയാൽ അതുണ്ട്, പുതിയൊരു വണ്ടി മേടിച്ചാൽ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലൊരു വാക്കുപോലെ വ്യാഖ്യാനിക്കാൻ മക്കൾക്ക് അറിയത്തില്ല. എന്നാ നല്ല കാലത്ത് കർത്താവിനെ കളിപ്പിച്ച് നടന്നു. മനസ്സിലായോ? മനസ്സിലായോ? പച്ച പിടിക്കില്ലെന്ന് അങ്ങനെ തന്നെ കാണും. നിനക്ക് ദൈവസന്നിധിയിൽ നേരെയോ കൂടെ പോണോ, നേരെ ചുവ പോണോ, ദൈവസന്നിധിയിൽ നീ നേരെയായ പറ്റൂ. നമ്മൾ വായിച്ച സ്തോത്രം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15:1 മുതൽ വായിച്ചേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്നും കൂടെ നമ്മൾ കാണണമല്ലോ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. വായിച്ചോ. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകൾ. കേട്ടോ വായിച്ചത് എന്താന്ന്? എന്നിൽ കായ്ക്കാത്ത കൊമ്പുകൾ എത്ര വർഷമായി നിൽക്കുന്നു? എത്ര വർഷമായി നിൽക്കുന്നു? കായ്ച്ചിട്ടില്ല, ഫലം കായ്ച്ചിട്ടില്ല. നിലം വെറുതെ നിഷ്ഫലമാക്കുകയാണ്. കായ്ച്ചിട്ടില്ല. യജമാനം നോക്കുമ്പോഴൊക്കെയും നിഷ്ഫലമായ കൊമ്പുകൾ മാത്രം പ്രാധാന്യം ചെയ്യുന്ന ചില മരങ്ങളും ചില കൊമ്പുകളും. വായിച്ചേ. എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും കണ്ടോ, അവൻ നീക്കിക്കളയുന്നു, പിതാവ് നീക്കിക്കളയും. അവിടെയാണ് ചില പാസ്റ്റർമാരെ പ്രാർത്ഥിക്കാൻ നിയോഗിക്കുന്നത്. ചില ഒന്ന് പ്രാർത്ഥിച്ചേ പാസ്റ്ററെ, അവനെ നശിപ്പിച്ച് തീർക്കാറായി, അല്ല തട്ടിപ്പോറ, ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവെ പ്രാർത്ഥിപ്പിക്കും. പക്ഷേ കർത്താവ് മോശയുടെ നടുവിൽ എന്താ ചെയ്യുന്നറിയാവോ? മോശയോട് പറഞ്ഞു, ദേ മാറിക്കോ മക്കളെ, ഞാൻ എല്ലാത്തിനും തീർക്കാൻ പോകുന്നു. അങ്ങനെയൊന്നും ചെയ്യരുതേ കർത്താവേ, പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവിടെ ചാകാൻ തുടങ്ങി. അപ്പൊ എന്നാ വിഷയം? ചിലത് മോശയ്ക്ക് അറിയത്തില്ലത്. ചില കാര്യങ്ങൾ മോശയ്ക്കും അറിയത്തില്ല. മോശ എപ്പോഴും ചെന്നിട്ട് സ്തോത്രകാഴ്ചയായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേ, ദൈവദാസനെ ഈ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് വരണം. നീ ദൈവത്തെ കളിപ്പിക്കാന്നുണ്ട് എത്ര കാലം? അത് കുറെ നാളായി. അതൊന്നും ഇപ്പൊ നമ്മൾ ചോദിക്കണ്ട. ഇപ്പൊ ദൈവദാസൻ പ്രാർത്ഥിച്ചോണം. മനസ്സിലാവുന്നില്ല. ശവപ്പെട്ടി കാണിയടിക്കുന്ന പണിയാണ് കാണിച്ചു. പേടിയില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ പിരിവെട്ടിയ വിശ്വാസികളുണ്ട്. പിരിവെട്ടിപ്പോയി അത് മുറുക്കി വരുമ്പോ ഉണ്ടല്ലോ പറയും, ഞാൻ ഇനി നന്നായിക്കോളാം പാസ്റ്ററെ. അത് മുറുക്കി വരിക. ആ മുറുക്കിയാൽ ഏറ്റവും ഞാൻ ഇപ്പൊ നന്നാകും. ഒന്ന് തിരിക്കുമ്പോ പഴയ അവസ്ഥ വീണ്ടും മുറുക്കുകയാണ്. ഒരാഴ്ച 2 ആഴ്ച എടുത്ത് വീണ്ടും മുറുക്കുകയാണ്. കർത്താവ് പൊട്ടനല്ല.
കർത്താവ് കണ്ടോണ്ടിരിപ്പുണ്ട്. ആ കർത്താവ് പിടിച്ചാലുണ്ടല്ലോ, പിടി നല്ല പിടിയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ചിലർ ഈ ദൈവത്തെ കളിപ്പിക്കാനാണ് നടക്കുന്നത്. പക്ഷെ ഈ വാക്യം ഈ യോഹന്നാൻ ഇത് എഴുതുമ്പോ തിരിച്ചറിയണം എന്താണെന്ന്, അല്ലെ? ഒന്ന് വായിച്ച ഭാഗം വായിച്ചേ, വചനം കേറി വരിക. അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കും. കണ്ടോ, അധികം ഫലം കായ്ക്കേണ്ടതിന്. ഒന്നും കൂടെ നമുക്ക് അവിടെ നോക്കാം എന്താ സംഭവിച്ചത്. സ്തോത്രം. അവിടെ അധികം ഫലം കായ്ക്കേണ്ടതിന്, അതിന് രണ്ട് വാക്യം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ കണ്ടോ. അതിന് വേറൊരു ചോദ്യമില്ല. അടുത്തത്, കായ്ക്കുന്ന കൊമ്പ്, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടത്. ശ്രദ്ധിക്കണേ, കർത്താവ് ആരെയാ ചെത്തുന്നതെന്ന് അറിയാവോ? എന്നെ നിങ്ങളുടെ നടുവിൽ രോഗമായും ക്ഷീണമായും നമ്മളെ ദൈവം സന്ദർശിക്കുന്നുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുകൊണ്ടാണ് ചെത്തുന്നത്. മകനെ മടങ്ങിവാ, 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 എനിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റത്തില്ല, നീ മാനസാന്തരപ്പെടുകല്ലാതെ പറ്റത്തില്ല ഈ പരിപാടി. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഈ പെന്തക്കോസിന്റെ അകത്ത് സഭാക്കകത്ത് കണ്ടിട്ടില്ലേ, എല്ലാ പോക്കൃത്തരം കാണിച്ചിട്ട് കിറിയും തുടച്ച് ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ആ, അവരെയാണ് വെട്ടിക്കളയാനിരിക്കുന്നത്. അയ്യോ, നമ്മളിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ നീ സന്ദർശിച്ചു കൊണ്ടുവരണം. എന്തിന് നീ സന്ദർശിച്ച് എന്തിനാ? ഓൾറെഡി വേസ്റ്റ് കൊട്ടക്കകത്ത് നിറച്ച് വേസ്റ്റ് കിടക്കുകയാണ്. ഇനി അതിൻ്റെ അകത്ത് വേറെ ഒന്നും കൂടെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അപ്പൊ എന്നെ ചെയ്യണം? വേസ്റ്റ് കൊട്ട ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്തത്, അല്ലേ? അകത്തിരിക്കുന്ന തീക്കത്ത് കൊട്ടിക്കളഞ്ഞ കൊട്ട ഫ്രീ ആക്കണം. കാരണം എന്നാ? അവൻ ഇരിക്കുന്നിടത്ത് അവൻ ഗുണപ്പെട്ടില്ല, അതിനെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ വേറെ ഒന്നിനെ മുളപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അപ്പോഴോ ദൈവത്തിന്റെ പ്രോഗ്രാം അത്. അതിനെ വെട്ടി അങ്ങ് കളഞ്ഞിട്ട് ദൈവം വേറെ നടുവോടെ, കർത്താവ് വേറെ അതിനെ നടും. കർത്താവ് നോക്കും, മരത്തെ നോക്കുന്ന, സഭയ്ക്കകത്ത് നോക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? ഫലം ഇത്രയും വർഷമായി ഒരു ഫലവും ഇല്ല, ഒരു ഫലവും ഇല്ല, ഒരു ഫലവും ഇല്ല. എന്നാൽ അപ്പുറത്തിരിക്കുന്ന നോക്കുമ്പോ എപ്പോഴും വെട്ട് കിട്ടുന്നു, മുറിക്കുന്നു, എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഫലമില്ലാത്ത പറയും, നോക്കടാ, നേരെ എന്നെ പോലെ ജീവിച്ചാ പോലായിരുന്നോ? ഞാനാണെ വല്ലപ്പോഴും പോകുന്നു, വല്ലപ്പോഴും വല്ല കാര്യം ചെയ്യുന്നു, വല്ല പ്രശ്നമുണ്ടോ? നീ പ്രാർത്ഥിക്കാൻ നടന്നിട്ട് നിനക്ക് രോഗം, നീ പ്രാർത്ഥിക്കാൻ നടന്നിട്ട് നിനക്ക് നഷ്ടം, നീ പ്രാർത്ഥിക്കാൻ നടന്ന് നിനക്ക് കഷ്ടം. എന്നെ നോക്ക്, എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷെ നിന്നെ വെട്ടിക്കളയാൻ ഇരിക്കുകയാണ്. വായിച്ചേ വാക്യം, തുറന്ന് വായിച്ചേ. ഇന്ന് ഞാനിവിടെ വരുന്ന സമയത്ത് വരെ എനിക്കൊരു വാക്യം പോലും എനിക്ക് കർത്താവ് തന്നില്ല. എന്നാൽ ഈ വാക്യം എന്നോട് പറഞ്ഞു, സ്തോത്രം, ഈ ഭാഗം എന്നോട് പറഞ്ഞു, സ്തോത്രം, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എന്നുള്ള ഭാഗം മാത്രം പരിശുദ്ധാത്മാവ് ഈ ഭാഗം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇത് എടുത്തപ്പോഴാണ് പരിശുദ്ധാത്മാവിനോട് ഇതിന്റെ ആരംഭം മുതൽ പ്രസംഗിക്കാൻ പറഞ്ഞു. വായിച്ചോ. അവൻ നീക്കിക്കളയുന്നു, ചെത്തി വെടിപ്പാക്കുന്നു. കണ്ടോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ. അപ്പൊ എന്തുകൊണ്ടാണ് ചില കൊമ്പുകള് സ്വന്തം വെട്ടിക്കളയുന്നത്? ഇവര് വചനം കേൾക്കൂല, വചനമില്ല. ആ കൊമ്പ് എന്തുകൊണ്ടാ വളരാത്തെ? വചനമില്ല, കൊമ്പിൽ വചനമില്ലാത്തതുകൊണ്ടാണ്. ആ കൊമ്പിന്റെ ഉള്ളിലൂടെ വചനം പാസ് ചെയ്താലേ അവർ സ്തോത്രം നല്ല ഫലം കായ്ക്കുന്നുള്ളൂ. വചനമില്ല, വചനമില്ലാതെ കണ്ട കേട്ടുകളുടെ എല്ലാം പുറകെ നടക്കുന്നവരുണ്ട്. മനസ്സിലാക്കണേ, വെട്ടിക്കളയും ദൈവം. വചനത്തിലാണ് നിലനിൽപ്പതെങ്കിൽ ദൈവം നമ്മളെ നടത്തിയിരിക്കും. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ കർത്താവ് തന്നെ ദൂതന്മാരെ അയച്ച് ദൈവം വഴി തുറക്കും. അതാണ് കർത്താവിന്റെ വിശ്വസ്തത, അല്ലേ? അവിടെ വായിക്കുന്ന ഒറ്റ കാര്യമുണ്ട്, കർത്താവിൽ വസിച്ചാൽ നമ്മൾ ആർക്കും ഒരു ഭാരം ഉണ്ടാകത്തില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ദൈവകൃപയിലാണോ നമ്മൾ മറ്റോ ആർക്കും ഒരു ഭാരം ഉണ്ടാകത്തില്ലെന്നേ. മറ്റൊരു വ്യക്തിക്ക് ഒരു ഭാരമായിട്ട് ഒരിക്കലും തീരുന്ന കാര്യം. എന്നെ വിളിച്ച ദൈവസന്നിധിയിൽ ഞാൻ വിശ്വസ്തത ആചരിക്കണം, അത് വ്യക്തിപരമാണ്. ആ വ്യക്തിപരമായ അനുഭവത്തിലേക്ക് പലരും ചെല്ലാത്തത് കൊണ്ടാണ് അനേകർക്ക് കർത്താവിന്റെ പ്രവർത്തികളെ അറിയാനോ ഗ്രഹിക്കാനോ സാധിക്കാതെ ഇരിക്കുന്നത്. ചിലരിങ്ങനെ എന്നും ഉന്തി മരം കയറ്റാൻ വേണ്ടി പോകും, അല്ലേ? എന്നും അതാ പണി. എന്താ? ഉന്തി മരം കയറ്റുക. വെട്ടിക്കളയുമ്പോ പിന്നെ മരം കയറ്റേണ്ടി വരില്ല. നമ്മുടെ കൈ ഫ്രീ ആവും. നമ്മുടെ കൈ ഫ്രീ ആവുന്ന എപ്പോഴാണെന്നറിയാവോ? ഉന്തി മരം കയറ്റാതെ വരുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് ചിലതിനെ അങ്ങ് മാറ്റിക്കളയും.
പിന്നെ ആ ഭാരം എന്നെ ചുമക്കണ്ട. പിന്നെ നിനക്ക് നിന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാം. നിനക്ക് നിന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ പിന്നെ സമയം കിട്ടും. ചിലതിനെ നീക്കി കളയുമ്പോൾ നിനക്ക് നിന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം ദൈവം ഒരുക്കി തരും. വായിച്ചേ. ആ, കണ്ടോ, വേറെ വഴിയില്ല. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഫലമില്ലാത്ത കൊമ്പ് എന്താണെന്നറിയാവോ? ഫലം ഉള്ളതിന് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. ഈ ബുദ്ധിയില്ലാത്ത കന്യക എപ്പോ നോക്കിയാലും അതിനൊറ്റ കാര്യമേ ഉള്ളൂ. എന്താ? അതിന് സാഹചര്യമൊന്നും വിഷയമല്ല. കൂടെ ഉള്ളവരുണ്ടല്ലോ, അവരെന്നെ കാണിക്കണം, എന്റെ കാര്യം ചുമന്നോളൂ. പക്ഷെ നിന്നെ ഇരുട്ടിൽ തള്ളിക്കളയുന്ന ഒരു യജമാനാ വരാൻ പോകുന്നത്. അതറിയത്തില്ലല്ലോ. ആ, അല്ലേ? ഹല്ലേലൂയ. വായിച്ചേ, പാവം വായിച്ചോ. വസിക്കും. കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ കഴിയുകയില്ല. ആ, 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 ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് വായിക്കുമ്പോൾ കർത്താവിനോട് കൂടെ നമ്മൾ ഇടപഴകി നമ്മൾ ജീവിച്ചേ മതിയാകത്തുള്ളൂ. ദൈവകൃപയിൽ ഇരിക്കുന്ന കാര്യമാട്ടോ. ഞാനൊരു കാര്യം പറയാം. ഞാൻ എപ്പോഴാണെന്നറിയാവോ? എൻ്റെ പേരൻസ് ഇവര് ഇന്നും വൈകിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് എന്നെ പ്രാർത്ഥന ചൊല്ലിത്തരും. അല്ലേ? ഡാഡിയാ മിക്കപ്പോഴും ചൊല്ലി തന്നോണ്ടിരുന്നേ. ആ ചൊല്ലി തരുന്ന എങ്ങനെയായിരുന്നു? യേശുവെ എന്നെ കാത്തുകൊള്ളണമേ, ഡാഡി മമ്മി കാത്തുകൊള്ളണം, പഠിക്കാനുള്ള ബുദ്ധി തരണമേ, ഓർമ്മശക്തി തരണമേ, പഠിച്ച് വലിയവനാകാനുള്ള കൃപ നൽകണമേ, ഞങ്ങളെല്ലാം കാത്തുകൊള്ളണമേ, വചനാനുസരിക്കുന്ന കൃപ തരണമേ, യേശു നാം തന്നെ ആമേൻ. ഇതൊന്നും ചെറുപ്പം മുതലേ എന്റെ ഓർമ്മയുള്ള സമയത്ത് മുതൽ യശോദൻ ഡാഡി മമ്മി ഇത് പ്രാർത്ഥന, ഡാഡി ഇല്ലേ മമ്മി ചൊല്ലി തരും, മമ്മി ഇല്ലെങ്കിൽ ഡാഡിയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്നും ചൊല്ലി തന്നു പ്രാർത്ഥിപ്പിച്ച് കൊണ്ടുവന്നു. അന്നൊക്കെ ഞങ്ങൾ സമുദായത്തിലായിരുന്നു, രക്ഷയുടെ അനുഭവം അറിയത്തില്ലായിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥന എപ്പോ വരെ നിന്നും നിങ്ങൾക്കറിയാവോ? ഇത് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത് വരെ, 2008 ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് വരെ ഈ പ്രാർത്ഥന തുടർന്നു എന്നുള്ളതാണ് രസം. ആ ദീർഘ കാലഘട്ട പ്രാർത്ഥന ചൊല്ലി തന്നു. ഇവര് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. ആ പ്രാർത്ഥന കേട്ടു പഠിച്ചാണ് മുന്നോട്ട് വരെ ഇടയായി തീർന്നത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇനി പിതാവിനോട് പറഞ്ഞേക്ക് ഇനി പ്രാർത്ഥന ചൊല്ലി തരണ്ട എന്ന് പറഞ്ഞേക്കാൻ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു. അങ്ങനെ 2008 ഞാനത് സ്തോത്രം ഡാഡിയോട് പറയാൻ ഇടയത്തിൽ ഇനി പ്രാർത്ഥന ചൊല്ലി തരണ്ട, ഞാൻ പ്രാർത്ഥിക്കാറായി എന്ന് പറഞ്ഞു. പിന്നെ പ്രാർത്ഥിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടിയാണ്. നിങ്ങളെ മക്കളെ എങ്ങനെ വളർത്തും അതുപോലെ ഇരിക്കും മക്കൾ വളരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കണ്ടടത്തൊക്കെ കെട്ടഴിച്ച് വിട്ടാലൊന്നും മക്കൾ നന്നാകത്തില്ല. പിടിച്ചിരുത്തി നല്ല അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കണം, ഉപദേശിക്കേണ്ടത് ഉപദേശിക്കണം, ശാസിക്കേണ്ടത് ശാസിക്കണം. ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ മാതൃക ഉണ്ടാകണം. മാതാപിതാക്കന്മാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാതൃക ഉണ്ടാകണം. നിങ്ങൾ ആദ്യം മക്കള് നന്നാകണമെന്ന് പറഞ്ഞ് നിലവിളിച്ച കാര്യമില്ല. നിങ്ങളെ കാണണം, നിങ്ങളിൽ ഭക്തി കാണണം, നിങ്ങൾ ജീവിതത്തിൽ കാണണം. ഹല്ലേലൂയ. പണ്ടൊരു ചൊല്ലുണ്ടല്ലേ, നാട്ടുമ്പുറത്ത് തന്നെ അല്ലെ മമ്മി ഒരു ചൊല്ലെന്നാ കേൾക്കുന്നത്, അമ്മ തോടിയാടിയ മക്കള് ആറിയാടും. അല്ലേ? അതിന്റെ കാരണം അമ്മ തോടിയാടുന്ന സ്വഭാവമാണ്, മക്കൾ ആറ് ചാടിയിരിക്കും. നിന്നിൽ നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അല്ല, എപ്പോ നോക്കിയാലും അന്യഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കില്ല. ജീവിതത്തിൽ സാക്ഷ്യം വേണം. ചിലരിന്ന് പെന്തക്കോസ്തിൽ നടക്കുന്നവരെ ജീവിതത്തിൽ പിള്ളേർക്ക് മിക്ക എണ്ണത്തിന് ഒരു ഭക്തിയില്ല, വെറുതെ കുത്തഴുകി ജീവിക്കും. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എന്റെ ചെറുപ്പ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷിച്ചുകൊണ്ടിരുന്നത് മമ്മിയായിരുന്നു. അല്ലേ? വളരെയേറെ ശക്തമായി പലപ്പോഴും പല കാര്യങ്ങൾ പറയുമ്പോൾ ശക്തമായ ശിക്ഷ തരുമായിരുന്നു. ഡാഡി എന്നെ സഹോദരൻ കണ്ട് 4-5 വട്ടം എന്നെ ശിക്ഷിച്ചിരിക്കുന്നത്. ശിക്ഷിച്ചത് അവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം ഏതാണ്ട് മേടിച്ച് തരണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ഡാഡി പോലീസുകാർ ഉപയോഗിക്കുന്ന എന്താ ലാത്തി എടുത്ത്, അല്ലെ, ലാത്തി എടുത്ത് 2 അടിയാണ് എനിക്കിട്ട് തന്നിട്ടുള്ളൂ. പിന്നെ എന്നെ തല്ലിയിട്ടില്ല. കാര്യം ആ അടി എന്നും എന്റെ ഓർമ്മയിലുണ്ട്. ആ അടി ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. ആ അടിയുടെ ചൂടിന്റെ മുമ്പിൽ അധ്യാപകരുടെ ചൂരവടിക്ക് ശക്തിയില്ലായിരുന്നു. മനസ്സിലായോ? അധ്യാപകരുടെ ചൂരവടിക്ക് ശക്തിയില്ലായിരുന്നു. നാട്ടുകാരുടെ വാക്കുകൾക്ക് ശക്തിയില്ലായിരുന്നു. കാര്യം അപ്പൻ മക്കളെ തല്ലിയ മക്കളെ നല്ലപോലെ ശാസിച്ചു കൊണ്ട് കിടക്കണം. മനസ്സിലായോ?
ജീവിതത്തിൽ സാക്ഷ്യമില്ലാത്തതിന് കാരണം എന്നാ, പുറകോട്ട് നോക്കിയാൽ മതി. ഇനി ദൈവസന്നിധി കണ്ണുനീരൊഴുക്കി മടങ്ങി വാ. മനസ്സിലായോ? മടങ്ങി വാ ദൈവസന്നിധിയില്. ദൈവസന്നിധി മടങ്ങി വാ. പരാജയം വന്നിട്ടുണ്ട്, ദൈവസന്നിധി കണ്ണുനീരോടെ നീ കരയ. നിന്റെ കുറവൊന്ന് ഏറ്റു പറഞ്ഞേ, വെറുതെ ഊടായ്പോയിട്ട് നടക്കാതെ ദൈവസന്നിധിയിലൊന്ന് മടങ്ങി വാ. ദൈവസന്നിധിയിലൊന്ന് മടങ്ങി വാ. കർത്താവ് ആഗ്രഹിക്കുന്നു. പലപ്പോഴും ജീവിതത്തിൽ സാക്ഷ്യമില്ലാതെ പോകുന്നത് കൊണ്ടാണ് തലമുറ വഴിതെറ്റുന്നത്. ഹല്ലേലൂയ. എന്നോട് ഒരിക്കൽ എൻ്റെ വളരെ വളരെ സ്നേഹിതനായിരുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ബാംഗ്ലൂരിലൊരു പാസ്റ്ററാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ചെറുപ്പം മുതലേ സ്തോത്രം അപ്പനും അമ്മയും വളരെ ശിക്ഷണത്തിൽ പാലിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നു. സ്തോത്രം വലുതായി കഴിഞ്ഞപ്പോൾ അവനും ദൈവവേലയിലേക്ക് വന്നു. കേൾക്കണം, വളരെ ദൈവവേലയിലേക്ക് വന്നു. ഒന്നുമില്ല, സ്വന്തമായിട്ടൊരു വീടില്ല, ഇന്നും വാടക വീട്ടിലാണ് കിടക്കുന്നത്. ഈ സഹോദരനും വീടില്ല. അദ്ദേഹം വിവാഹപ്രായമെത്തി വളരെ ഭാരത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സഹോദരൻ ആ ദൈവദാസനോട് പറഞ്ഞ കാര്യം ഞാൻ ചോദിച്ചു, ബ്രദറെ എങ്ങനെയാ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നാണെന്നറിയാവോ? ആർസത പിതാവ് കണ്ട ദർശനം ഇന്നും അത് തുടരുവാനായിട്ട് ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാര്യം നല്ല സാക്ഷി അപ്പനിലുണ്ട്, ആ സാക്ഷി തന്നെ മകനിലുമുണ്ട്. തിമത്തിയോസിനെ പൗലോസ് വിളിച്ചു, അല്ലേ? തിമത്തിയോസെ എന്താ പറഞ്ഞേ? നിന്റെ വല്യമ്മ ലുനീക്കയിലുള്ള അതേ സാക്ഷ്യം തന്നെ നിന്നിലുമുണ്ട്. ഹല്ലേലൂയ. അവര് പ്രാർത്ഥനാ മനുഷ്യനായിരിക്കാം, അവരുടെ അതേ സാക്ഷ്യമായിരുന്നു തിമത്തിയോസിനുണ്ടായിരുന്നത്. ഹല്ലേലൂയ. ചിലര് പൗലോസിനെ കൂട്ടുപിടിക്കുന്ന, പൗലോസ് കുറെ പേര് കൊന്നു പിടിച്ചെന്ന്. പൗലോസ് ഏതായാലും കള്ളടിച്ച് വഴി കിടന്നെന്ന് പുസ്തകം പറഞ്ഞിട്ടില്ല. പൗലോസ് ആയാലും വീടിയും വലിച്ച് കഞ്ചാവ് അടിച്ചവരോ പോയെന്ന് പറഞ്ഞിട്ടില്ല. പെണ്ണ് കേസ് പിടിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? അതുകൊണ്ട് പൗലോസിനെ കൂട്ടുപിടിക്കുന്നത് സൂക്ഷിക്കണം. നീ പൗലോസിന്റെ 7 അയലോകത്ത് വരത്തില്ലല്ലോ. പൗലോസിനെയൊക്കെ അതാ ഒത്തിരി ഭാഗം പ്രസംഗിക്കാൻ വരുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, കാര്യമൊക്കെ സ്വന്തം പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നമാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം മുതൽ വായിച്ചേ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ വായിച്ചോട്ടെ. എതിർത്ത് നിന്നിട്ടില്ല. വായിച്ചോ. കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ കണ്ടോ, കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നത് ഈ വിധത്തിലാണ്. ശാസന വരും, ശിക്ഷ വരും, അല്ലേ? അപ്പൊ ചോദിക്കും, ഇതാണ് ശുശ്രൂഷ. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യാത്മാവും വിശുദ്ധി പ്രാപിക്കുവാനാണ് ദൈവം ഒരു ശുശ്രൂഷകനാക്കി വെച്ചിരിക്കുന്നത്. അവൻ ചൊവ്വേ ദൈവത്തിന് വചനം ശക്തമായും സത്യമായും പ്രസംഗിക്കണം. ഇത് കേട്ടിട്ട് വല്ല വഴിക്കും പോയാൽ അടിയും പുകയും പുറകെ വരും. പിന്നെ എന്നാ വരും? ജീവിതം ക്രമീകരിക്കണം. ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞ എന്നാണ്? സ്വതന്ത്ര പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ മുഷികയുമരുത്. താൻ സ്നേഹിക്കുന്നവനെ ഇവിടെ ശ്രദ്ധിക്കണം. ആരെയാ കർത്താവ് തല്ലുന്നറിയാവോ? സ്നേഹിക്കുന്നവനെ. കാരണം എന്നാന്നറിയാവോ? കർത്താവിന്റെ ബാലശിക്ഷ സഹിക്കുന്ന ഒരു വ്യക്തി ദൈവസ്നേഹത്തിൽ നിന്ന് പോകത്തില്ലെന്നേ. കർത്താവ് എത്രയോ അനുഭവത്തിൽ തല്ലിയിരിക്കുന്നു, എത്രയോ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു, എത്രയോ അനുഭവത്തിലൂടെ വേദനയുടെ നീറ്റലിന്റെ അനുഭവത്തിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒന്ന് കർത്താവ് എന്നോട് അങ്ങനെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുന്നതല്ല ദൈവസ്നേഹം എന്ന് പറയുന്നത്. ആ ദൈവസ്നേഹത്തിലും വീണ്ടും വളരും. മനസ്സിലായോ? എന്തെങ്കിലും ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നവനൊന്നും ദൈവത്തിന് വേണ്ട കേട്ടോ. മടങ്ങി വരുന്നവനെ ചൊല്ലി, മടങ്ങി വരുന്ന പാപിയെ ചൊല്ലിയ സ്വർഗം അധികം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യര് ഭാരമായിട്ട് ഇരുന്നാൽ കുറച്ചാൾ നിലവിളി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന ചെയ്യിപ്പിച്ചു കൊടുത്താൽ മതി. പിന്നെ പണി കാണാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ജീവിതത്തിൽ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ വാസ്തവമായിട്ട് വരണം. ആമേൻ. ആ വാക്യം ഒന്നും അടുത്തത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ കണ്ടോ. കർത്താവ് സ്നേഹിക്കുന്നവരെ കർത്താവ് ശിക്ഷിച്ചിരിക്കും. അടുത്തത്
തല്ലുന്നു. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഓരോ പാപ സ്വഭാവത്തിൽ നിന്നും വിട പറയുന്ന എങ്ങനെയാണ്? ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് തന്റെ ശിക്ഷണ നടപടികളും ക്രമീകരണങ്ങളും ഉണ്ടാകും. അതിലൂടെ കടന്നു പോകുന്ന ഒരുവൻ വിശുദ്ധി പ്രാപിച്ചു പുറത്തു വരും. ഇത് അനുഭവിച്ചിട്ടുള്ളവർക്കായി പറയുന്ന കാര്യം മനസ്സിലാകുന്നുള്ളൂ. മക്കൾക്ക് മനസ്സിലാവും, ദൈവമക്കളാണെ മനസ്സിലാവും. എന്തുകൊണ്ടാണ് കർത്താവ് ചിലരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്ന അറിയാം? ഇതുവരെ ദൈവത്തെ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല. ഇവർ ഈ ഹോട്ടലിൽ ചെന്നിരുന്നിട്ട് ഓരോ ഓർഡർ കൊടുക്കുന്നത് പോലെ ഓരോ കാര്യം പറഞ്ഞിട്ട് പോകുന്ന ദൈവത്തിനൊന്നും കേൾക്കണ്ട. മക്കളാണെങ്കിൽ വിശുദ്ധി പ്രാപിക്കാൻ ദൈവം ഇടപെടും. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഞാൻ ആദ്യം ചോദിച്ചു, ഇവിടെ സഭയ്ക്കകത്ത് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർ ഈ ക്രമീകരണം വന്നവരാ സഭയ്ക്കകത്ത് വരേണ്ടത്. ഈ ദൈവത്തെ അനുഭവിച്ചിട്ടുള്ളവരും രുചിച്ചിട്ടുള്ളവരുമാണ് സഭയ്ക്കകത്ത് വരേണ്ടത്. ഹല്ലേലൂയ. ഈ കളിപ്പിക്കാത്തവനെയൊക്കെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് അതിനെയൊക്കെ ഇറക്കി വിട്ടാൽ മതി. ദൈവത്തിന് അങ്ങനെ പറയുന്നുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ ക്ലാസിക്കൽ പെന്തക്കോസ്തി ചർച്ചുകൾ ഇത്രത്തോളം ക്ഷീണിച്ചു പോകുന്നതിന് കാരണം എന്നാണെന്നറിയോ? കാരണം അതിന്റെ അകത്ത് ഓരോ പാപ സ്വഭാവം വിടാത്തവൻ അതിന്റെ അകത്ത് ഇരിക്കും. അതിന് ഇറങ്ങി ആ വ്യക്തി ആ ഇരുന്ന് മറ്റുള്ളതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലേ? അതാ വായിക്കുന്ന ഈ വാക്യം ഒന്നും കൂടെ വായിച്ച, വേറെ വാക്കിന് വായിക്കുമ്പോൾ വേഗം നിർത്താം. വായിച്ചു. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല. അപ്പൊ മക്കളല്ലാത്ത ചിലത് സഭയ്ക്കകത്തുണ്ടെന്ന് എബ്രായ ലേഖനം പറയുകയാണ്. കൗലേടയന്മാരത്രേ. വായിച്ചോ. നമ്മുടെ ജഡസംബന്ധമായ നമ്മെ ശിക്ഷിച്ചപ്പോൾ ഈ വാക്യം വളരെ വളരെ ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. അതായത് അപ്പനും അമ്മയും ഒരുവനെ ജഡപ്രകാരം മക്കളോടുള്ള ബന്ധത്തിൽ തല്ലുകയോ ശാസിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് അനുസരിച്ചു പോകുന്നു എന്ന് അറിയത്തില്ലേ? അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശിക്ഷയ്ക്കായിട്ട് ദൈവം അതുപോലെ ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വല്ല അനുഭവം ഉണ്ടോ? പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ വളരുക എന്ന് പറഞ്ഞാൽ നല്ല അടി കൊണ്ട് വളരും. വിശുദ്ധി പ്രാപിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ പലതും ജീവിതത്തിൽ നോ പറയാൻ ദൈവം സന്തോഷിക്കും. ദൈവം സന്ദർശിക്കുമ്പോ ഇറങ്ങി ചിലര് പോകും, സഭയെ വിട്ടുപോകും, ദൈവത്തെയും വിട്ടങ്ങ് പോകും, ജാതികളെ പോലെ ജീവിക്കും. അതിന് വെട്ടിക്കളയുകയാണ് അടുത്ത സ്റ്റേജ്. എന്നാൽ നല്ല ഫലം കായ്ക്കേണ്ടതിന്, ഞാൻ പറയട്ടെ, നല്ല ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാക്കുന്നു. ഈ ഒരുമാതിരി ഫലം ഉള്ളതിന് എന്തിനാണ് ചെത്തുന്നത്? നല്ല ഫലം കായ്ക്കാനാ. ഇത് ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാത്തതിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വായിച്ചേ ആ വാക്യം. ഹല്ലേലൂയ. ചെത്തി വെടിപ്പാക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവം ഇടപെടുമ്പോൾ ദൈവം ചെത്തി വെടിപ്പാക്കുന്നു. അത് അനുഭവമില്ലാതെ പോകുന്ന വിഷയം എങ്ങനെ ചെന്ന് അത് എത്തുന്നു കാണണ്ടേ? നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം, സ്തോത്രം, 5-ാം അധ്യായത്തിന്റെ അകത്ത് പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. പാപ സ്വഭാവം വിടാതെ ജീവിക്കുന്ന വ്യക്തി സഭയ്ക്കകത്തിരുന്നാൽ ഉണ്ടാകുന്ന വിപത്ത് എന്താണ്? ഹല്ലേലൂയ. 1-2 ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് സഭയ്ക്കകത്ത് കുറ്റി അടിച്ചിരുന്ന് മറ്റുള്ളവരോട് ഇടപെട്ട് പാസ്റ്ററിനെ കീശയിലാക്കി പ്രബോധിപ്പിക്കാനും സംസാരിക്കാനും വർഷിപ്പിൽ ഇടുകാനൊക്കെ പോകുന്ന ടീംസിന് എനിക്കറിയാം. മനസ്സിലായോ? സാക്ഷ്യമില്ല. സഭയെന്ന് പറഞ്ഞാലേ പാപികൾ വന്നിരിക്കുന്ന ഇടമല്ല സഭ, വിശുദ്ധന്മാർ കൂടി വരുന്ന ഇടവാ സഭ എന്ന് പറയുന്നത്. വായിച്ചേ 5-1 മുതൽ വായിച്ചേ. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 11-ാം വാക്യം. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നപ്പോൾ ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന 1-ാം ലേഖനത്തിൽ ഈ ഭാഗം ഇവിടെ ഉദ്ധരിക്കുന്ന ഒരു കാരണം, കൊരിന്ത്യ സഭ, കൊരിന്ത് പട്ടണത്തിന്റെ അകത്ത് അസാൻമാർഗികമായ എല്ലാ പ്രവർത്തികളും അവിടെ ഉണ്ട്.
ജീവിതത്തിൽ ഒരിക്കലും യോജിക്കുവാനോ അംഗീകരിക്കാനോ കഴിയാത്ത കാര്യം കൊരിന്ത് എന്ന പട്ടണത്തിലുണ്ട്. എന്നാൽ അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നവരാ കൊരിന്ത് സഭയ്ക്കകത്തിരിക്കുന്നത്. പക്ഷെ സഭയ്ക്കകത്തിരിക്കുന്ന ഈ കൊരിന്ത്യരോട് പൗലോസിന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാവോ? ഇവര് സഭയ്ക്കകത്ത് വന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ കൊരിന്തിന്റെ സ്വഭാവം പോയില്ല. വായിച്ചേ. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് ഇവിടെ ശ്രദ്ധിക്കണം. പൗലോസ് ഇവിടെ പറയുന്ന കാര്യം, ഞാൻ കൊരിന്തിൽ വന്ന് ശുശ്രൂഷിച്ചു, ശുശ്രൂഷയിൽ അനേകർ രക്ഷിക്കപ്പെട്ടു, സഭ വിശുദ്ധമാണ്, അല്ലാതെ കണ്ട എല്ലാ അഴുക്കും ചെയ്തവനൊന്നും വന്നിരുന്ന കൈ പോലും കൊടുക്കരുത്. സ്തോത്രം പറയരുത്. എന്റെ ഭാഷ ഞാൻ പറയുന്നത്, സാക്ഷ്യം നഷ്ടപ്പെട്ടവന് സ്തോത്രം പറയാനും കൈ കൊടുക്കാനും പോകരുത്. മടങ്ങി വരുന്നുണ്ടോന്ന് നോക്കുന്ന, അല്ലാതെ ഇതൊന്നും വേറൊന്നുമല്ല. മടങ്ങി വരുന്നില്ലേ ചെവിയെ പിടിച്ച് തൂക്കി എറിഞ്ഞോണം. കാരണം എന്നാണെന്നറിയാവോ? ഈ അധ്യായത്തിന്റെ ദിനം പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോ. ഞാൻ വെറുതെ പറയുന്നില്ല, ദൈവത്തിന്റെ വചനം പറയുന്ന അതുപോലെ അനുസരിച്ചാൽ മതി. ദൈവരാജ്യം വേണമെന്നുള്ളവർക്ക് ഈ വചനം അനുസരിക്കാം. വായിച്ചേ. എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ഈ വായിച്ചത് വല്ലതും മനസ്സിലായോ? ഹാലലുയ. പത്രം വായിക്കുന്ന മനോഭാവത്തോടെ ഇത് വായിച്ചാൽ പിടികിട്ടത്തില്ല. കണ്ണിന്റെ കാഴ്ച പോയി കിടക്കുന്നതാണ്, കാണാൻ പറ്റത്തില്ല. ഏതാ അക്ഷരം വായിക്കാൻ മേലെന്നുള്ളതല്ല, അകത്തെ കണ്ണുകൾക്ക് കാഴ്ചയില്ല, നിനക്കൊന്നും പിടികിട്ടത്തില്ലെന്നാ പറഞ്ഞേ. എന്താണ് ഈ ഭാഗം പറയുന്നത്? ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ ഒരുവൻ തന്റെ അപ്പന്റെ ഭാര്യയെ അല്ലെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ദൂർനടപ്പ, പാപ സ്വഭാവം ഇരിക്കുക. അവനെ എവിടെ വെച്ചോണ്ട്? കൊരിന്ത് സഭയ്ക്കകത്ത് അവൻ ഇരിക്കുക. അവനാണ് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്ക, ആ ഭാഗം ശ്രദ്ധിച്ചേ. അവനെ കുറിച്ച് പൗലോസ് പറയുന്നത് എന്താ? അവിടെ പറയുന്നത് എന്താണ്? സ്തോത്രം. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ചീർപ്പിന്റെ കാരണം എന്നാണെന്നറിയാവോ? പാപ സ്വഭാവം ഉള്ളവനെല്ലാം പിടിച്ചിരുത്തിയിട്ട് കൊള്ളാടാ കുഴപ്പമില്ലടാ, നാളെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥ, അവനെ അവിടെ അനുവദിക്കുന്നതിനെയാണ് ചീർത്തിരിക്കുക എന്ന് ദൈവത്തിന് വചനം പറയുന്നത്. മനസ്സിലായോ? നമ്മൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാ വ്യക്തികളെയും ശ്രദ്ധിക്കണം. അവരുടെ കുടുംബജീവിതം ശ്രദ്ധിക്കണം. അവരുടെ ശുശ്രൂഷ ശ്രദ്ധിക്കണം. വ്യക്തിപരമായ മേഖലകളെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് കാര്യം കേട്ടാലും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇതിന്റെ സത്യാവസ്ഥ കർത്താവ് നീ വെളിപ്പെടുത്തി തരണേ. കരങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇതിന്റെ സത്യാവസ്ഥ നീ വെളിപ്പെടുത്തി തരണമേന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് ക്ലിയർ ആയിട്ട് അത് വെളിപ്പെടുത്തും. ഒന്നും ഒളിച്ചിരിക്കില്ല. അത് ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അങ്ങനെ വെളിപ്പെടുത്തി കിട്ടുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ അപേക്ഷിക്കണം. കാരണം എന്റെ കൂടെ ഇരിക്കുന്ന വ്യക്തി ദൈവകൃപയിൽ അല്ലെ ദൈവത്തെ അനുഭവിക്കുന്നില്ലെങ്കിൽ അവരോടുള്ള സഖ്യത വളരെ അപകടകരമായിരിക്കും, വളരെ അപകടം നിറഞ്ഞതായിരിക്കും. എന്താണ് ആ വാക്യം പറഞ്ഞത്? കൊരിന്ത്യർ സഭയ്ക്കകത്ത് ഒരുത്തൻ കയറി ഈ സ്വഭാവത്തിൽ ഇരിക്കുന്നവൻ സഭയ്ക്കകത്ത് ഇരുന്നിട്ട് കൊരിന്ത്യർ ബാക്കിയുള്ളവർക്ക് ഒരു പ്രശ്നമില്ല. അവൻ അവിടെ ഇരുന്നോട്ടെ പാസ്റ്റർ എന്നാ, അവൻ അവിടെ ഇരിക്കട്ടെ എന്ന്. ഞാൻ എന്നാന്നേ കുഴപ്പം പൗലോസിന് മാത്രമേ ഉള്ളൂ. പൗലോസിന് കുഴപ്പമില്ല, ഒന്നുമില്ല. പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിലുണ്ട്. ഉപദേശം അവിടെ കിടപ്പുണ്ട്. അവിടെ ചീർത്തിരിക്കുന്നവരെ ഞാൻ പറയട്ടെ, ഒരു വലിയ സഭ മുഴുവൻ ചീർത്തിരുന്നാലും ദൈവരാജ്യത്തിന് ഒന്നും പറ്റാൻ പോകുന്നില്ല. കൊരിന്ത്യർക്ക് മാത്രമേ നഷ്ടമുള്ളൂ. മനസ്സിലാക്കണം. ഒരു വലിയ സംഘടന മുഴുവനും വചനവിരുദ്ധത കാണിച്ചെന്ന് വെച്ച് സ്വർഗരാജ്യത്തിന് ഒന്നും പറ്റാൻ പോകുന്നില്ല. അത് വചനവിരുദ്ധത പ്രവർത്തിക്കുന്ന ഏത് സംഘടനയോ അവർക്കേ നഷ്ടമുള്ളൂ എന്ന് മനസ്സിലാക്കണം. വായിച്ചേ. നിങ്ങളുടെ പ്രശംസ. അടുത്ത പ്രശ്നം എന്താണെന്ന് പറയും? ഈ തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കുന്നവനോട് പറയും, സാരമില്ല ബ്രദറെ, സാരമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇനി നന്നായാ മതി, ഇതാണ് പ്രശംസ. മനസ്സിലായോ? ദൈവം അതിനെതിരായി. ഇതിന് നമ്മൾ ആ പാപ സ്വഭാവത്തിൽ ഇരിക്കുന്നവൻ മാനസാന്തരപ്പെടാതെ വീണ്ടും പാപത്തിൽ തുടരുമ്പോൾ അവനോട് കുശലം പറയാനാകട്ടെ, അവനോട് വെള്ളം കുടിക്കാനാകട്ടെ പോകരുതെന്ന ദൈവത്തിന് എന്താണ് പറയുന്നത്? പ്രശംസ
നന്നല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ ഡാഡി പുളിപ്പിക്കുന്നു എന്ന് വടി എവിടെ? അറിയുകയോ നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുവാൻ തക്കവണ്ണം പുതിയ പിണ്ടം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുകയും. അവിടെ വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. അവിടെ ശ്രദ്ധിക്കുന്നത് എന്താണ്? അവിടെ പറയുന്ന കാര്യം എന്ന് സ്തോത്രം. അവിടെ പറയുന്നത് സ്തോത്രം. അങ്ങോട്ട് പൊക്കോ, അങ്ങോട്ട് ഭയങ്കര ബഹളം. അങ്ങോട്ട് പോയിന്ന് കണ്ടേ. സ്തോത്രം. എന്നെ തല്ലിയതുപോലെയൊക്കെ അങ്ങോട്ട് നിന്നേ. വായിച്ച വാക്യം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുവാൻ തക്കവണ്ണം പുതിയ പിണ്ടം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുകയും. കണ്ടോ, അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ്. പുളിമാവിന്റെ പ്രത്യേകത എന്നാ? പുളിമാവിന്റെ പ്രത്യേകത പുളിപ്പിക്കും. അതെവിടെ കൊണ്ടേ ഇടണം? അവിടെ പറയുന്നത് എന്താണ്? പുളിമാവ് അല്ലെന്നേ. അവിടെ പറയുന്നത് നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും. അപ്പൊ ബാക്കി അല്പം പുളിമാവ് എടുത്ത് ഇടുന്നത് പോലെയാണ് ഈ പാപ സ്വഭാവത്തിൽ ഇരിക്കുന്നവനെ വിശുദ്ധന്മാരുടെ ഇടയിൽ അവൻ അവിടെ ഇരുന്നോട്ടെ ബ്രദറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്നറിയോ? ഇവൻ അവിടെ ഇരുന്നോണ്ട് ചെകയും. ഇവനിലെ പിശാച് പോകാത്തത് കൊണ്ട് ഇവനിൽ ഇരിക്കുന്ന പാപത്തിന്റെ പിശാചുണ്ട്. അത് അവൻ തന്നെ കയറ്റി വെച്ചേക്കുന്ന. ഇത് ഇവൻ മറ്റുള്ളവരെ ഇട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. ഇവന്റെ നോട്ടത്തിൽ ആ പാപമായിരിക്കും, ഇവന്റെ സംസാരത്തിൽ ആ പാപമായിരിക്കും, ഇവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല ആ പാപസവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇവൻ പുളിപ്പിക്കുന്ന മാവിന് തുല്യമാണ്. ഇതിനെ പിണ്ടത്തിൽ അവിടെ ഇട്ടാൽ അത് ശേഷമുള്ളതിനെ പുളിപ്പിക്കും. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടാത്ത ഒരുവനെ, പാപത്തിലിരിക്കുന്ന ഒരുവനെ സഭയ്ക്കകത്ത് കയറ്റി ഇരുത്തിയാലുണ്ടല്ലോ, മറ്റുള്ളവരുടെ വിശുദ്ധിയെ കൂടെ ഇവൻ നശിപ്പിക്കുന്നാണ് കൊരിന്ത്യ സഭയ്ക്കകത്ത് പറയുന്നത്. ശരിയാണോ? എനിക്ക് ശരിയായിട്ടോ തോന്നിയിട്ടുള്ളത്. വായിച്ചെടുത്ത ഇവിടെ ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്ന കാര്യം നിങ്ങൾ സ്തോത്രം മുഴുവൻ പുളിപ്പിന്ന് അറിയുന്നത് നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുവാൻ തക്കവണ്ണം. കണ്ടോ, എന്താ ഈ പുളിപ്പുള്ളതെല്ലാം പുറത്തു പോകണം. ഇത് ഇന്ന് സഭകളുടെ അകത്ത് ഇത് പ്രാവർത്തികമാക്കുന്നില്ല. പാപത്തിൽ ഇരിക്കുന്നവനെ അവിടെ ഇരുത്തുകയാണ്. കാര്യം സെൻട്രൽ വേണ്ട, അങ്ങ് കേന്ദ്രത്തിൽ അല്ലേ, കൗൺസിൽ ഞങ്ങൾക്ക് പിടിയുണ്ട്. ഇവിടെ എന്തെങ്കിലും വിഷയം വന്ന് എന്നെ പുറത്താക്കി ഞാൻ അവിടെ ചെന്ന് സംസാരിക്കും. പറ്റുമെങ്കിൽ പാസ്റ്ററെ ഇവിടെ സ്ഥലം മാറ്റും. മനസ്സിലായോ ഈ പരിപാടി? ഇത് ഈ പിശാച് കയറിയവൻ ചെയ്യുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സഭകളുടെ അകത്ത് ദൈവവചനം വാസ്തവമായി പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് പാപ സ്വഭാവം ഉള്ളവർ അതിന്റെ അകത്ത് ഇരിക്കുന്നതും രാഷ്ട്രീയം ഉൾപ്പെടെ സകലത് കളിച്ചു മുമ്പോട്ട് പോകുന്നതും. ഹല്ലേലൂയ. എല്ലാവരെയും ഒരുപോലെ എണ്ണല്ലേ. ഹല്ലേലൂയ. എല്ലാവരും ഒരുപോലെ എണ്ണരുത്. വേറെ വാക്യമുണ്ട് അതിന് പറയാം. വായിച്ചു തുടർന്ന് വായിക്കുക. പഴയ പുളിമാവിനെ അവനെ അവിടെ ഇരുത്തിക്കോളാനല്ല, അവനെ ഔട്ടാക്കണം. സാക്ഷ്യം നഷ്ടപ്പെട്ടവൻ സഭയ്ക്ക് പുറത്ത്. അവന് വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടില്ല, ഉപവസിക്കാനും പറഞ്ഞിട്ടില്ല. എന്തിനാണ് ഈ തോന്നുന്നത്? അവനെ പുറത്ത് കളയുന്ന പൗലോസ്. ഞാൻ പറയട്ടെ, ഒരു അപ്പോസ്തലൻ എന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ എല്ലാവരും കൂടി അവന് വേണ്ടി അവന്റെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിപ്പിന്ന് പറഞ്ഞോ? എന്തുകൊണ്ടായില്ല? അതിന് പകരം പറഞ്ഞത് എന്താ? പറഞ്ഞ വാക്യം എന്താണ്? നിങ്ങളും, അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ, 5:4 മുതൽ. നിങ്ങളും, അതായത് കൊരിന്ത്യരും പൗലോസും അല്ലെ, നിങ്ങളും എന്റെ പൗലോസിന്റെ ആത്മാവും. കണ്ടോ, ഇവര് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ആരും കൂടെ ഇറങ്ങി വരും. യേശു ക്രിസ്തു ഇറങ്ങി വരും കേട്ടോ. പാപിയെ സഭയ്ക്കകത്ത് ഇരുത്താൻ ക്രിസ്തു അനുവദിക്കുന്നില്ല. കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നാന്നറിയാവോ? പാപിയെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന കർത്താവിന് ഇഷ്ടമുള്ള കാര്യം അതാ. വചനം അതുപോലെ അനുസരിക്കണോ, അവന്റെ നാമത്തിന് വേണ്ടി വില കൊടുത്തു നിൽക്കണം. ഇല്ല ഈ പണിക്ക് പോകരുത്. വായിച്ചോ. കണ്ടോ, അപ്പോൾ ദൈവം തന്റെ ശക്തി പുറപ്പെടുവിക്കുന്ന എവിടെയാണ്? പാപത്തിൽ ഇരിക്കുന്നവനെ പുറത്താക്കുവാൻ ദൈവം ഇടപെടുമ്പോൾ ക്രിസ്തു അതിനകത്ത് ഇടപെടും. വായിച്ചോ. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ കണ്ടോ, രക്ഷിക്കപ്പെടേണ്ടതിന് അവൻ അവിടെ ഇരുത്തി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞതെന്നാ, അവന്റെ ആത്മാവ് സാത്താൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാൻ. എന്തിനാ ഇപ്പോഴെന്തിനാ അവൻ ചാകുന്നതെന്നറിയാവോ? ഇനി മുമ്പോട്ട് പോയി ഇനി അവൻ വഷളാവും. അതാണ് അതിന്റെ കാരണം.
ഇനി മുമ്പോട്ട് പോയാൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ ഇനിയോ പാപം ചെയ്തുകൊണ്ടിരിക്കും. പാപത്തിന് അവനൊരു മടങ്ങി വരവില്ല. വീണ്ടും അതിൽ മുഴുത്തു വരും. വീണ്ടും അത് സ്തോത്രം മറ്റുള്ളവരെയും കൂടെ നശിപ്പിക്കും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നിന്റെ ഓട്ടം ഇന്നുകൊണ്ട് തികയ്ക്കുക, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുക. ഇതാണ് അവിടെ ഉപദേശിക്കുന്നത്. അല്ലേ? വായിച്ചു നോക്ക്. അല്ലേ? ദൈവത്തിന് വചനം പറയുന്നത് എന്തുകൊണ്ടാണ്? കാര്യം അവിടെ പറയുന്ന കാര്യം സ്തോത്രം, അവിടെ പറയുന്ന ആത്മാവും കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടത്. കാരണം ഇന്ന് ഇവന്റെ ജഡം ഇവൻ മരണപ്പെട്ടാൽ ഇവൻ ദൈവരാജ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ രീതിയിൽ ഇവൻ കൊരിന്ത്യരുടെ സ്വഭാവമായിട്ട് മുമ്പോട്ട് പോകുന്നെങ്കിൽ ഇവന് നിത്യരക്ഷ നഷ്ടപ്പെടും. അതായത് സഭയ്ക്കകത്ത് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവനെ ഇരുത്തി അവനെ പല കാര്യങ്ങളിലും പല സ്ഥാനമാനങ്ങളിലും കയറ്റി ഇരുത്തിയാൽ അവനെ കൊണ്ട് സംഘടന പല കാര്യം ചെയ്യും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവൻ രക്ഷിക്കപ്പെടുകയില്ല. അവൻ നിമിത്തം മറ്റ് പലരും തകർന്നു പോവുകയും ചെയ്യും. ഇതാണ് സഭകളുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വായിച്ചോ? ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? പഴയ പുളിമാവ് കൊണ്ടല്ല. കണ്ടോ, ഇവരിരുന്ന് എന്താ ചെയ്യുന്നു? മറ്റുള്ളവരെ ഇവൻ തിന്മയും ആ വാക്യം തിന്മയും കണ്ടോ, ഇവന്റെ ഉള്ളിൽ എന്താ? ഇവന്റെ ഉള്ളിൽ തിന്മയുണ്ട്, അടുത്ത് ദുഷ്ടതയുണ്ട്. നിർത്തിക്കേ. ഈ തിന്മയും ദുഷ്ടതയും ഇവനോട് നന്മ ചെയ്യാൻ വിളിച്ചവരാണേ. നന്മ ചെയ്യേണ്ട ഇവന്റെ ഉള്ളിൽ ഇപ്പൊ തിന്മയും ദുഷ്ടതയേ ഉള്ളൂ. കണ്ടോ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തിന്മയും ദുഷ്ടതയും കൂടെ സഭയ്ക്കകത്ത് വെച്ച ബാക്കിയുള്ളവരെയും കൂടെ തിന്മയും ദുഷ്ടന്മാരുമാക്കും, മറ്റുള്ളവരെ ദുഷ്ടന്മാരാക്കും. പക്ഷെ ഇന്ന് പല സംഘടനയ്ക്കകത്ത് പറയുന്നു നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പുസ്തകം പറയുന്നില്ല. ഹല്ലേലൂയ. ആത്മീകരാകുന്ന നിങ്ങൾ സ്വതം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സൗമ്യതയുടെ ആത്മാവിൽ 1-2 വട്ടം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിലോ വീണ്ടും അവൻ പഴയ വഴിയിലാണെങ്കിൽ അവനെ പുറത്താക്കണം. പുറത്താകുന്നില്ലേ ചത്തുപോകാൻ പ്രാർത്ഥിക്കാൻ അധികാരമുണ്ടെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാൽ ചാവോ? അങ്ങനെ ഒരു അപ്പോസ്തലൻ ഒരു ഇടയൻ പ്രാർത്ഥിച്ചാൽ ചാവോ? ചാവൂന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോ ഈ ആത്മാക്കളുടെ അല്ലെ ആ വാക്യം വീണ്ടും കയറി വരുന്നത്. ഹല്ലേലൂയ. 13 സ്തോത്രം നിങ്ങൾ വായിച്ച വാക്യത്തിന് പറയും, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി. അപ്പോ ശരീരത്തിന് വേണ്ടിയല്ല, പിന്നെ എന്തിനാ? ആത്മാവിന് വേണ്ടിയാണ്. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ശുശ്രൂഷകനായിരിക്കുന്നത്. അപ്പൊ ഇനി കർത്താവെ മുമ്പോട്ട് വിടണ്ട. ഇനി ഇവൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പാപത്തിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അത് മാത്രമല്ല മറ്റ് വിശുദ്ധന്മാർക്കും ഇത് ഇടർച്ചയാണ്. അതുകൊണ്ട് കർത്താവെ അവന്റെ പ്രാണനെ സ്വർഗം എടുക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഐക്യതയോടെയാണ്, കാരണത്തോടു കൂടെയാ പ്രാർത്ഥിക്കുന്നെങ്കിൽ തട്ടിപ്പോകും കേട്ടോ. വായിച്ചോ, അടുത്ത വാക്യം വായിച്ചേ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുകയും അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഈ വാക്യം വരുന്നത്. എന്താ? നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയോട് ഒന്നിച്ചു കൂടിയിട്ട് പ്രാർത്ഥിച്ച് ഞരക്കം തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിലായോ? വെറുതെ ഒരു കാര്യമല്ല. ഈ പാസ്റ്റർമാരുടെ മുതുകത്ത് കുതിര കയറുന്നവനൊക്കെ ചിന്തിച്ചോണം, നിന്റെ പ്രാണൻ ഇന്ന് പോകണോ വേണ്ടയോ എന്ന് സ്വർഗം ചോദിക്കുന്നത് അവര് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ശുശ്രൂഷകളുണ്ട്. അവനോടായിരിക്കും. ഈ ബഹളം ഉണ്ടാക്കുക, പാസ്റ്റർ നേരെ അടിക്കാൻ ചാടുക, തെറി പറയുന്നവന്മാര് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി റോഡിലേക്ക് വരുമ്പോഴേ പുറം നാഷണൽ പെർമിറ്റ് ഒന്ന് തലയിൽ കൂടെ കയറി പോകും. വായിച്ചോ, ആ ഭാഗം നിർത്ത്. നമുക്ക് മടങ്ങി വരാം. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ നമുക്ക് മടങ്ങി വരാം. ആമേൻ. അതിന്റെ 6-ാം വാക്യം, നിങ്ങളുടെ പ്രശംസ നന്നല്ല. വേഗം വായിച്ചെടുക്കാം. പുതിയ പിണ്ഡമാകേണ്ടതിന് കണ്ടോ, പഴയ പുളിമാവിനെ നീക്കിക്കളയണം. സഭയുടെ ദൗത്യം എന്താണെന്നറിയാമോ? വിശുദ്ധന്മാർ അധികം വിശുദ്ധിയോടെ മുന്നേറണം. ഓരോ വ്യക്തിയിലെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ് സഭ പ്രൊമോട്ട് ചെയ്യേണ്ടത്. പാപ സ്വഭാവത്തെ ഔട്ടാക്കണം. പാപം വിട്ടൊഴിയാത്തവനെ ഔട്ടാക്കണം. മനസ്സിലാക്കണം. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, വിശുദ്ധിയിൽ തികഞ്ഞു വരണം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പഴയ പുളിമാവ് തള്ളിക്കളഞ്ഞേ പറ്റുള്ളൂ.
പഴയ പുളിമാവിനെ തള്ളിക്കളയണം. പ്രസംഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ആ നിലവാരത്തിലായിരിക്കണം. ഹല്ലേലൂയ. നമ്മളിൽ ഓരോ പാപ സ്വഭാവങ്ങളും അതിനെ നമ്മൾ ഒഴിച്ചു കളയുവാൻ നമ്മൾ റെഡിയാകുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നത് 2010 രക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പാപ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കാലങ്ങളിൽ ദൈവത്തിന്റെ വലിയ ഇടപെടലുകളിൽ പല സ്വഭാവങ്ങളും അടിയിൽ വിട്ടുപോയി, പല അശുദ്ധികളും അടിയിൽ വിട്ടുപോയി. ഒരിക്കലും വിട്ടുപിരിയാത്ത ഒത്തിരി പാപ സ്വഭാവങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കാലങ്ങൾ എടുത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലിലൂടെ അതിനോടെല്ലാം ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടായിരുന്നേ. ഇന്നും ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ ഇന്നും വന്നുകൊണ്ടായിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോഴും എനിക്കറിയാം എന്റെ ജീവിതത്തിലെ കുറവേതാന്ന്. അത് ഞാൻ മനസ്സിലാക്കി അതിൽ നിന്ന് ജയം പ്രാപിക്കാൻ ദൈവസ്ഥൽ ഉറച്ച നിലവിളിയോടും പ്രാർത്ഥനയോടും കൂടെ ഞാനായിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ അനുഭവത്തിൽ അല്ല പോകുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവസഭയെ കേട്ടുകൊള്ളുക. ദൈവപ്രവൃത്തി വെളിപ്പെടും. ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് നിന്റെ കണ്ണിൽ എഴുതുവാൻ ലേപനോ കർത്താവിനോട് വിലയ്ക്ക് മേടിക്കുവാൻ തക്ക വേണ്ട ബുദ്ധി ഉപദേശിക്കുകയാണ്. നിന്റെ പ്രാർത്ഥന മുഴുവൻ നിന്റെ വിശുദ്ധീകരണത്തിനാകട്ടെ. പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി വിഷയങ്ങൾ കയറി വരുന്നുണ്ട്. ഇതൊക്കെ പറയാനെടുത്ത് കണക്ട് ചെയ്ത് ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചേ. നമ്മൾ വായിച്ച് കൊരിന്ത്യർ ലേഖനത്തിന്റെ തന്നെ വായിച്ചേ. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ. കണ്ടോ? സ്വച്ഛതയും സത്യവും. അപ്പൊ ദുഷ്ടതയും അതിക്രമമൊക്കെ വിട്ടു. ഇപ്പൊ സ്വച്ഛതയും സത്യവും. സത്യം പറയണം. നമ്മളെ ഈ അടിക്കടി മുട്ടിന് കള്ളം പറയുന്നവനെ സഭയ്ക്കകത്താണോ? അവൻ പോക്ക. ഹല്ലേലൂയ. കള്ളം പറയുന്നവനെ സൂക്ഷിച്ചോണേ. ഹല്ലേലൂയ. ഒരിടത്തിന് രക്ഷപ്പെടത്തില്ല. ചിലർ നിലനിൽപ്പ ഒരു കള്ളം പറഞ്ഞ് തുടങ്ങും. അത് കഴിയുമ്പോൾ അത് നിലനിൽക്കാൻ വേറൊരു കള്ളം പറയും. വീട്ടുകാർക്ക് അറിയാം ഈ കള്ളനാണ്. മഹാപെരുത്ത കള്ളനായിരിക്കും. വായിച്ചായിരുന്നു വാക്യം. സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ. അത് വിശുദ്ധി കൊണ്ട് തന്നെ വേണം കേട്ടോ ഉത്സവം ആചരിക്കാൻ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ നമ്മളത് ഏറ്റു പറയുവാനായിട്ട് റെഡിയാകണം. നമ്മൾ ചുമ്മാ കൈവച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ റൈറ്റ് ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ വ്യവസ്ഥ ഇനി ഞാൻ പറയാം. നമ്മൾ വായിച്ച യാക്കോബിന്റെ ലേഖനം എടുത്തേ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം. സ്തോത്രം. അതിന്റെ 15, 16, 17 വാക്യം വായിക്കും. 15, 16, 17. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15, 16, 17 വായിച്ചേ. ഹല്ലേലൂയ. വായിച്ചോ. എന്നാൽ വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഇവിടെ ശ്രദ്ധിക്കണം. ഒരു രോഗം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ദീനക്കാരനെ. ഇത് സഭയ്ക്കകത്തെ കാര്യമല്ല, പുറത്ത് രക്ഷിക്കപ്പെടാതെ കിടക്കുന്നവന്റെ കാര്യമല്ല. ഇത് സഭയ്ക്കകത്താണ്. കാരണം എന്താണെന്നറിയാവോ? സ്തോത്രം. അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. കാരണം നിങ്ങളിൽ എന്ന് പറയുന്നത് സഭയ്ക്കകത്താണ്. സഭയ്ക്കകത്ത് ഒരുവന് രോഗശാന്തി വരുന്നതിന്റെ കാര്യം പറഞ്ഞല്ല. പുറത്ത് മുഴയും ക്യാൻസറും വരുന്ന വിഷയമൊന്നും എടുക്കാൻ ദൈവവചനം പറയുന്നില്ല. അതവൻ സ്തോത്രം യേശുക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ചു വരുമ്പോൾ കർത്താവിനെ സൗഖ്യമാക്കും. വേണ്ട, അവന് സൗഖ്യമായെങ്കിൽ അവൻ കർത്താവിന്റെ കർത്താവിനെ സ്വീകരിച്ചു വരണം. അവിടെ കിടന്ന് നടക്കുന്ന ബിസിനസിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇത് സഭയ്ക്കകത്ത് വന്നിരിക്കുന്നവന്റെ കാര്യം പറയുന്നു. വായിച്ചോ. സഭയിലെ മൂപ്പന്മാരെ വരുത്തി. സഭയിലെ മൂപ്പൻ ആരാ? നമ്മൾ വായിച്ച കൊരിന്ത്യർ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിനകത്ത് നമ്മൾ കണ്ടു. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവനാണ് മൂപ്പൻ. അതായത് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ വരുത്തണം. നമ്മൾ ചെയ്യുന്ന എന്താ? ഒരു പ്രശ്നം വന്നാൽ സ്പെഷ്യലിസ്റ്റിനെ വിളിക്കൂലേ? സഭയിലെ പാസ്റ്ററെ വിളിക്കില്ല. അങ്ങർക്ക് കൃപയില്ല. അങ്ങർക്ക് കൃപ ഇല്ല. അതിനാ കാരണം ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ഭാഷ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ ദൂരത്തെ മുല്ല നമ്മൾ മേടിച്ചോണ്ടിരുന്നത്. നീ കൊണ്ടുവരുന്ന വേടും എന്താ പ്ലാസ്റ്റിക് റോസയാണെന്നുള്ള അറിയുന്നില്ല. കാരണം എന്നാ? ദൈവം വെച്ച വ്യവസ്ഥ ദൈവം വിടത്തില്ല. അത് ദൂരെ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരും. അപ്പൊ പറയുന്നു അത് സ്പെഷ്യലിസ്റ്റ് വരുന്ന പ്രവാചകനോട് അസൂയ കൊണ്ട്. എന്നാ അസൂയ? ദൈവവചനം ഇവിടെ കിടക്കുന്ന പ്രവാചകന് വെളിപ്പെടുന്ന എവിടം വരെ ആണെന്നറിയാവോ? ഇടയന് വെളിപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ വെളിപ്പെടുള്ളൂ. കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകണമെങ്കിൽ നിന്റെ ആത്മാവിനോട് ജാഗരിക്കുന്നവരെ ഒപ്പിച്ചെല്ലണം. അങ്ങോട്ടോ അടുക്കത്തില്ല. പിശാച് അടിപ്പിക്കത്തുമില്ല. വായിച്ചോ. സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ.
കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവർ കർത്താവിന്റെ നാമത്തിൽ അവരെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കാരണം എന്താ? നിന്റെ ആത്മാവിന് വേണ്ടി ജാഗരിക്കുന്നവനുണ്ട്. അവൻ നിന്നെ ഇന്ന് രാവിലെ വരെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളതാണെങ്കിൽ അവൻ വരാതെ പൊന്നു വൈദ്യരെ നിനക്ക് വിടുതൽ വരില്ല. വായിച്ചോ? എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ആര് വിശ്വസിക്കണം? രോഗി മാത്രമല്ല, ശുശ്രൂഷിക്കണം, വിശ്വസിക്കണം. കാര്യം ഇവൻ മഹാ കെട്ടവനാണെങ്കിൽ ഇവന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും? ഞാനക്കത്തോടുകൂടി പ്രാർത്ഥിക്കുവോ? പ്രാർത്ഥിക്കത്തില്ല. കാരണം അകത്ത് മനസാക്ഷി പറയും ചെയ്യണമെന്ന് പറയും. അപ്പോൾ ചിലർ വിശ്വസിക്കും ഇതൊന്നുമല്ല, ദൈവത്തിന് വേറെ ഏതോ ഒരു വഴിയുണ്ട്. എൻ്റെ പൊന്നെ, നീ ഇവിടെ ഒന്ന് ഇരിക്കുക. എത്ര വർഷമാ ഇങ്ങനെ ഒരിടത്തും വേര് പിടിക്കാതെ ഓടുന്നത്? നീ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കേ. ഹല്ലേലൂയ. എന്നോടൊരിക്കൽ ഒരു ദേവാസം പറഞ്ഞൊരു കാര്യമാണ്, സഹോദര പ്രവാചകന്മാർ അന്വേഷിച്ച് പോകരുത്, അല്ലേ? ഹല്ലേലൂയ. പറയാ, പ്രവാചകന്മാർ അന്വേഷിച്ച് പോകരുത്. ദൈവത്തിന് സഹോദരനോട് ആലോചന അറിയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെ തന്റെ ദാസന്മാരെ അയക്കും എന്ന് പറയും. അത് സത്യമാണ്. ആമേൻ. ഹല്ലേലൂയ. അതൊരു കാര്യം തീരുമാനിച്ചത് 10 പൈസ കൊടുക്കാട്ട് അറിയിച്ചില്ല. ദൈവത്തിന്റെ ആത്മാവ് ആലോചനയായിട്ട് ദൈവദാസന്മാരെ അടുക്കൽ അയക്കുകയും വ്യക്തമായ ആലോചന പറയുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? നീ ഓടിയാലൊന്നും ദൈവം ചലിക്കണമെന്നില്ല. നീ എത്ര കിലോമീറ്റർ പെട്രോൾ അടിച്ചു എന്നുള്ളതും ദൈവത്തിന് വിഷയമില്ല. നീ പോയ പോലെ തിരിച്ചു വരും. വായിച്ചോ? എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ ഏൽപ്പിക്കണം. ആരാ പ്രാർത്ഥിക്കേണ്ടത്? നിന്റെ സഭയിലെ മൂപ്പനെ തന്നെ, നിന്റെ ആത്മാവിന് വേണ്ടി ജാഗരിക്കുന്നവൻ തന്നെ വരണം. കാരണം എന്താണെന്നറിയോ? വർഷങ്ങളായിട്ട് നിന്നെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിന്നെ കുറിച്ചുള്ള ആഴങ്ങളും മർമ്മങ്ങളും രഹസ്യങ്ങളും നിന്റെ മൂപ്പന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തി വന്നാലേ അതിന് തീരുമാനം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ പറയുന്നു അത് വേണ്ട കർത്താവ്, എന്റെ രഹസ്യങ്ങളൊന്നും അറിയാത്തൊരു പ്രവാചകൻ ഏലിയാവിനെ പോലെ വരണം. പോടായിരുന്നു. വായിച്ചെടുത്ത് അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയും. ഇവിടെ ശ്രദ്ധിക്കണം, വിടുതൽ എപ്പോഴാ വരുന്നറിയാവോ? എപ്പോഴാ വരുന്നേ? എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഇതാർക്കറിയാം? നിന്റെ പാപം ആർക്കാണ് അറിയാവുന്നേ? സഭയിലെ മൂപ്പനല്ലാതെ നിന്റെ ഈ ദുർനടപ്പും നിന്റെ ഈ വഴിവിട്ട ജീവിതവും നിന്റെ നയത്തുന്ന മൂപ്പനല്ലാതെ ആർക്കറിയാവുന്നേ? നാഷണൽ പെർമിറ്റ് വരണോ മാനസാന്തരപ്പെടണോ തീരുമാനിച്ചിട്ട് നോക്കോ. വായിച്ചോ? ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവിൻ. അപ്പൊ എന്നാ പറ്റും? പാപം ഏറ്റു പറയുന്നവന്റെ പ്രാർത്ഥന നീതിമാൻ എന്ന് പറയുന്നു. മനസ്സിലായോ? നീതിമാന്റെ പ്രത്യേകത അവൻ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമുക്ക് യേശുക്രിസ്തു എന്ന കാര്യം നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഒരു പാപം ചെയ്തെങ്കിലോ നീതിമാനാകുന്ന യേശുക്രിസ്തു നമുക്ക് പിതാവിന്റെ അടുക്കൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റു പറയണം. ഏറ്റു പറയുവോ? ഏറ്റു പറഞ്ഞ കുഴപ്പമില്ല, ഇല്ല നീ അവിടെ കിടക്കും. വായിച്ചോ? ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥി. എന്താ പ്രാർത്ഥിക്കുന്നത്? ഗൾഫിൽ പോകാൻ വേണ്ടിയാണോ? കാനഡയ്ക്ക് പോകാൻ വേണ്ടിയാണോ? വിസ കിട്ടാൻ വേണ്ടിയാണോ? എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ചിലർക്ക് ഇന്ന് ഈ കാലഘട്ടത്തിലെ ഒരു വെളിവും ഇല്ലെന്നുള്ളതാണ്. ചിലർ ചാകാൻ കിടന്നാലും പറയും എന്റെ പ്ലെയിൻ കയറിട്ടില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല, എങ്കിലും അങ്ങോട്ട് സമതല തെറ്റിക്കിടക്ക. ചിലതൊക്കെ അങ്ങനെയാണ് അവസ്ഥ. എന്താണ് അവന്റെ സ്ഥിതി എന്ന് പോലും അവന് മനസ്സിലാകുന്നില്ല. വായിച്ചോ? നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. അപ്പോ ആ പ്രാർത്ഥന നടക്കുന്നതിന് മുമ്പ് പാപം ചെയ്തവൻ കണ്ണുനീരോട് അവന്റെ പാപം ഏറ്റു പറഞ്ഞാലേ വിടുതലുള്ളൂ. അല്ലെങ്കിലോ നീ ചാകുന്നത് വരെ ഇങ്ങനെ പോകാം. ആമേൻ. വായിച്ചോ? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. അതൊന്ന് വായിച്ചോ? വായിക്ക. മഴ പെയ്യണം കേട്ടോ. വായിക്ക. മഴ പെയ്യാതിരിക്കേണ്ടതിന്
അപേക്ഷിച്ചു. അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. കാര്യം ഇസ്രായേൽ മക്കളുടെ സകല നിരൂപണങ്ങളും ആഹാബിന്റെ അവന്റെ കുടുംബത്തിന്റെ സകല ദുഷ്ടതയും നല്ലപോലെ അറിയാവുന്നവനായിരുന്നു ആര്? ഏലിയാവ്. അവൻ പ്രാർത്ഥിച്ചു ഇനി ഇവിടെ മഴ പെയ്യണ്ടെന്ന്. എന്ത് സംഭവിച്ചു? മഴ പെയ്തോ? 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഞാനൊരു കാര്യം ഇതിന്റെ അകത്തൊരു ദൂതായിട്ട് ഞാൻ അങ്ങോട്ട് പറയാം. എവിടെ പോയാലും ശരി, ദൈവം നിയോഗിച്ചാക്കിയവനെ വിട്ട് ദൈവം ഒരു പ്രവൃത്തി ചെയ്യത്തില്ല. ഇന്നു മുതല സ്തോത്രം നിന്റെ മേൽ മഴ വരികയില്ല കേട്ടോ. മഴ നിന്നെ വിട്ട് പോയിരിക്കും. വായിച്ചോ. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഇനി നിനക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിന്റെ മൂപ്പൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാം നിന്നെ വിട്ട് പോയിരിക്കുന്നു. ആമേൻ. വായിച്ചോ. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ കണ്ടോ, വഴി തെറ്റിപ്പോയവനെ തിരിച്ചു കൊണ്ടുവരണം. അതല്ലേ ഡ്യൂട്ടി. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ ഇത് സഭയ്ക്കകത്തെ കാര്യം. അപ്പൊ സഭയ്ക്കകത്ത് പാപിയുണ്ട്, ഉണ്ടെന്ന്. പാപസ്വഭാവം ഇടാത്തവൻ സഭയ്ക്കകത്തുണ്ട്. ആമേൻ. വായിച്ചേ. ആക്കുന്നവൻ നിന്റെ പ്രാണന് വിഷയമുണ്ട് കേട്ടോ. നിന്റെ പ്രാണന്റെ മേൽ വിഷയം കിടക്കുക. ഇന്ന് പകൽ നേരം മടങ്ങി വന്നാൽ നിനക്ക് വിടുതല. ആമേൻ. പ്രാണന് നേരെ നിൽക്കുന്ന വിഷയങ്ങൾ എഴുന്നേറ്റ് വരികയാണ്. പ്രാണന് നേരെ. ഹല്ലേലൂയ. നമ്മൾ വായിച്ചപ്പോൾ നിന്റെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുക എന്ന ദൗത്യമാണ് സ്തോത്രം ഹല്ലേലൂയ ഒരു ശുശ്രൂഷകന്റെ മേൽ ദൈവം നൽകിയിരിക്കുന്നത്. പ്രാണന് വിടുതൽ വരണമെന്നുണ്ടെങ്കിൽ വേറെ ഒരിടത്തും പോയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രാണനെ ദൈവം എടുത്തു കളയാൻ പ്ലാൻ ചെയ്ത ആർക്കും തടുക്കാനും കഴിയത്തില്ല. ദൈവം പ്രതീക്ഷിക്കുന്ന ഫലത്തിലേക്ക് അടുത്തു വരുന്നവന് മാത്രമേ ഇതിന്റെ അകത്തൂടെ സ്തോത്രം വിടുതൽ വരുന്നുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. സോ നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സോ നമ്മൾ വായിച്ച കൊരിന്ത്യ ലേഖനത്തിന്റെ വായിച്ച സ്തോത്രം അതിന്റെ 10-ാം വാക്യം സ്തോത്രം അതിന്റെ 9-ഉം 10-ഉം വാക്യം ഒന്ന് വായിക്കാം. സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഒന്നും കൂടെ വായിച്ചേ. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. അതായത് ദുർനടപ്പുകാരോട് സംസർഗം അരുതെന്ന് പൗലോസ് ലേഖനത്തിൽ കൊരിന്ത്യർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. കൊരിന്ത്യരെ ഓർപ്പിക്കുകയാണ്. അത് ശരിയാണ്. ദുർനടപ്പുകാരോട് സംസർഗം അരുതെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോട് കർത്താവിനെ അറിയാതെ പുറത്ത് കിടക്കുന്ന ദുർനടപ്പുകാരുണ്ട്. മനസ്സിലാക്കണം. പുറത്ത് രക്ഷിക്കപ്പെടാത്ത ദുർനടപ്പുകാരോടോ രക്ഷിക്കപ്പെടാത്ത അത്യാഗ്രഹികളോടോ രക്ഷിക്കപ്പെടാത്ത പിടിച്ചുപറിക്കാരോടോ രക്ഷിക്കപ്പെടാത്ത വിഗ്രഹാരാധികളോടോ അരുത്. അവരോടല്ല. പിന്നെ ആരോടാ? അടുത്ത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലല്ലേ? അടുത്ത വാക്യം വായിക്കുക. എന്നാൽ അവിടെ നിൽക്ക്. സഹോദരൻ എന്ന് പറഞ്ഞാൽ സഭയിലെ വിശ്വാസി, രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ, അന്യഭാഷ പറഞ്ഞ് കൈയടിക്കുന്നവൻ, ഇവന്റെ കാര്യമായി പറയുന്നേ. എന്നാ പറയുന്നത്? സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരൻ. അത് പ്രശ്നമാണ്. കണ്ടോ? അപ്പൊ രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചല്ലേ പാസ്റ്ററെ പറയുന്നത്? അല്ലടാ, ഇത് സഭയ്ക്കകത്തിരിക്കുന്ന ദുർനടപ്പുകാരനെ കുറിച്ചാ പറയുന്നത്. സഭയ്ക്കകത്തിരിക്കുന്ന വിഗ്രഹാരാധനയെ കുറിച്ചാ പറയുന്നത്. സഭയ്ക്കകത്തിരിക്കുന്ന പാപസ്വഭാവം വിട്ടുകളയാത്തതിനെ കുറിച്ചാ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപാനി. കണ്ടോ? മദ്യപാനത്തിന്റെ അകത്തെല്ലാം പെടും. മനസ്സിലാവുന്നുണ്ടോ? കഞ്ചാവും വീടിയും അതും MDMA എല്ലാം പെടും. എല്ലാം ലഹരിയാ. ലഹരി ഏത് വിധത്തിലും ചെന്നവന്റെ കാര്യമായി പറയുന്നേ.
അവിടെ പറയുന്നത് മദ്യപാനോ പിടിച്ചുപറിക്കാരൻ അടുത്ത ആകുന്നുവെങ്കിൽ അങ്ങനെ എങ്ങനെ സഭയ്ക്കകത്തിരിക്കുന്നുണ്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ പൗലോസേ? അങ്ങനെ പറയാൻ പാടുണ്ട്. അവനോട് സംസർഗം വരുന്ന പറഞ്ഞു. അവനെ ഔട്ടാക്കുന്ന വിഷയത്തിലാണ് ക്രിസ്തു ഇടപെടുന്നത്. പുറത്ത് ദുർനടപ്പുകാരൻ അവരെ പിതാവായ ദൈവം. നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. പിതാവ് ആരോട് ഇടപെടുന്നു, പുത്രൻ ആരോട് ഇടപെടുന്നു, പരിശുദ്ധാത്മാവ് ആരോട് ഇടപെടുന്നു എന്ന് അറിയത്തില്ല. പുറത്തുള്ളവരോട് പിതാവ് ഇടപെടുകയാണ്. അകത്തുള്ള സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് വരുന്ന വിശുദ്ധന്മാരുടെ ഇടയിൽ ഒരുവൻ ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ വിഷയത്തിൽ ഇറങ്ങി വരുന്നത് ക്രിസ്തുവാണ്. അവൻ എങ്ങനെയുള്ളവനാ? അവൻ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവനാ. മനസ്സിലാവുന്നു? പെരുവെള്ളത്തിന്റെ ഇരച്ചുള്ള ശബ്ദമുള്ളവനവൻ. വെള്ളോട്ട് സദൃശമുള്ള പാദമുള്ളവനാണ്. നിന്റെ ഒരു പണിയും അവിടെ നിനക്ക് എല്ലാം വെന്തുപോകും. സഭ എന്താന്നാ വിചാരിക്കുന്നേ? വായിച്ചേ. അവൻ അങ്ങനെയുള്ളവരോട് കൂടെ കണ്ടോ, തിന്നാൻ പോകരുത്, കുടിക്കാൻ പോകരുത്, വിളിക്കാൻ പോകരുത്, ഇടപെടരുത്, കുശലം അന്വേഷിക്കരുത്. വായിച്ചേ. എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. ഇത് ശ്രദ്ധിക്കും. പുറത്തുള്ളവരാരെ രക്ഷിക്കപ്പെടാത്ത നമ്മളെല്ലാം. പക്ഷെ ഇന്ന ഇടത്ത് ഇന്ന വ്യക്തി എന്നോട് തെറി പറഞ്ഞു. പക്ഷെ അവര് പറയുന്നേ, അവര് പ്രവർത്തിക്കുന്നേ, അവര് ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലെന്നേ. അപ്പൊ നീ പറഞ്ഞ പ്രശ്നമാണ്. കാര്യം നീ കർത്താവിനെ അറിഞ്ഞിട്ടാ ചെയ്യുന്നത്. അതുകൊണ്ട് നിന്നെ പുറത്ത് കളഞ്ഞേ പറ്റുള്ളൂ. ഈ വിഷയത്തിലാണ് സഭകൾ പരാജയപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. മനസ്സിലായോ? പറ്റില്ല, ഇറങ്ങി പോണെന്ന് പറയണം. കാരണം ഇത് ദൈവസഭയാകണമെന്നുണ്ട്. ദൈവത്തിന് ഇടം കൊടുക്കണം. ഒരു ദുർനടപ്പുകാരൻ ഫ്രണ്ടിൽ വന്നിരുന്നു, ഒരു പാവി വ്യഭിചാരി വന്നിരുന്നു. പരിശുദ്ധാത്മാ ഇടപെടും തോന്നുന്നുണ്ടോ? ഇടപെടത്തില്ല. കാര്യം ദൈവം വിശുദ്ധമാ. ഒരു അശുദ്ധം നിങ്ങളുടെ ഇടയിൽ ഇരിപ്പുണ്ടെങ്കിൽ അവര് നമ്മളെ വിട്ടു മാറണം. അല്ലേ? ആ ഭാഗം ഒന്ന് വായിച്ചേ, തുറന്ന് വായിച്ചേ. വായിച്ചോ. കണ്ട, പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. കണ്ട, സഹോദരൻ എന്നല്ല പൗലോസ് എന്നാ പറഞ്ഞേക്കുന്നത്? ദുഷ്ടൻ. കണ്ടോ, ഒരു രീതിയിലും അതുകൊണ്ട് കോംപ്രമൈസ് ഇല്ല. ദുഷ്ടനെ അവന്റെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. അടുത്ത അധ്യായത്തിലേക്ക് കയറിയോ? വേണ്ട, സ്തോത്രം. അതൊന്നും കൂടെ നമുക്ക് വായിക്കാം. 11-ാം വാക്യം ഒന്നും കൂടെ വായിച്ചേ. ഒരു വാക്യം എടുത്ത് നമുക്ക് നിർത്താം. വായിച്ചത് സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാഗ്ദാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം വരുക. ഇവിടെ ഞാൻ വേറെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ഇടപാട് സഭയ്ക്കകത്ത് വരുന്നത്? അവരെ ഇറക്കി കളയണം. കാര്യം പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് തടസ്സമുണ്ട്. ഇത് വ്യക്തമായ ഒരു തെളിവ് ഞാൻ അടുത്ത് പറയാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം, സ്തോത്രം, അതിന്റെ 16-17 വാക്യം ഞാൻ വായിക്കാം. ദൈവാലയങ്ങൾക്ക് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലയോ? അടുത്തത്, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. എന്താന്ന് പറയുന്നറിയോ? നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്പോൾ നമ്മളിൽ ദൈവം വസിക്കുകയും നമ്മുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. മനസ്സിലാക്കുക? സഭയിൽ നമ്മുടെ ഇടയിലൂടെ കർത്താവ് നടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും കാണുന്നില്ലോ എന്ന് പറയും. ദൈവാത്മാവിന്റെ നിറവിൽ നിൽക്കുമ്പോൾ എനിക്കറിയാൻ സാധിക്കും കർത്താവ് നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ ക്രിസ്തു ഇറങ്ങി നിങ്ങളുടെ നടുവിൽ നടക്കുന്നുണ്ട്. ഇത് സൂക്ഷിക്കുന്ന ഇടമാണ് സഭ എന്ന് പറയുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്ന വാക്യം, ഞാൻ അവരിൽ 16 വായിച്ചോ. എവിടെ വായിക്കുന്ന? വായിക്കാം. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബെലിയാവിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോ അവനി. ഇവിടെ ശ്രദ്ധിക്കണം. വിശ്വാസി അവിശ്വാസി എന്ന് പറയുമ്പോൾ ഇത് സഭയ്ക്കകത്ത് വന്നിട്ട് ഈ പറയുന്ന പാപസ്വഭാവം വിട്ടുകളയാത്തവരുടെ കാര്യം അവിശ്വാസി എന്ന് പറയുന്നത്. വായിച്ചോ. ദൈവാലയങ്ങൾക്ക് വിഗ്രഹങ്ങളോട് എന്ത്? ഓക്കെ, അത് വായിച്ചോ. ഞാൻ പറയാൻ വന്ന വിഷയത്തിലേക്ക് വരട്ടെ. വായിച്ചോ വേമ്പോ. കണ്ടു, ഇവിടെ മനസ്സിലാക്കുക, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലയോ? ഇവിടെ ശ്രദ്ധിക്കണം. ഈ ദൈവം മനുഷ്യരിൽ വസിക്കുന്ന പ്രോജക്റ്റ് ദൈവസഭ എന്ന വ്യവസ്ഥയിൽ മാത്രമേ ഉള്ളൂ.
ജീവനുള്ള ദൈവം വസിക്കുക, പരിശുദ്ധാത്മാവ് വസിക്കുന്നത് വിശുദ്ധന്മാരിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വഴി കൂടെ കള്ളടിച്ച് നടക്കുന്ന ഒരുത്തിൽ പരിശുദ്ധാത്മാ അവന്റെ വായിൽ ചിലപ്പോ 66 പുസ്തകം കാണാപ്പാടെ പറഞ്ഞിരിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിനിൽ ഇല്ല. മനസ്സിലാകുമല്ലോ? പരിശുദ്ധാത്മാവ് വസിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ ആലയമാണ്. വായിച്ചേ. ഞാൻ അവരിൽ വസിക്കുകയും ഇതാണ് സഭയ്ക്കകത്ത് നടക്കുന്നത്. അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യുന്നു. ഞാൻ അവർക്ക് ദൈവവും. കണ്ടോ? അപ്പോൾ ദൈവജനം എന്ന് പറയുന്ന സഭയാണ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആത്മാവിന്റെ ഐക്യതയിലാണ്, പരിശുദ്ധാത്മാവിന്റെ ഐക്യതയിലാണെങ്കിൽ ഈ വചനങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ അംഗീകരിക്കുന്നതും ദൈവം കാണുന്നുണ്ട്, ഇതിനെ തിരസ്കരിക്കുന്നതും ദൈവം കണ്ടുണ്ടായിരിക്കുന്നത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പറയുക, ഒരു മടിയും കൂടാതെ ഒരു മറയും കൂടാതെ ഇത് വിളിച്ചു പറയുക. ന്യായവിധി ദിവസത്തിൽ കർത്താവ് ഇതിനെ വെളിപ്പെടുത്തിക്കോളൂ. വായിച്ചോ. കണ്ട, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? സ്തോത്രം. അവിടെ പറയുന്നത് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ്. അതായത് കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുന്നതിന് ഇത് ദൈവസഭയാകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാപ സ്വഭാവം വിടാത്തവൻ ഇതിന്റെ നടുവിൽ ഇരിപ്പുണ്ടെങ്കിൽ, മാനസാന്തരപ്പെടാതെ തുടർന്ന് സഭയ്ക്കകത്ത് ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവൻ നിമിത്തം ദുഃഖിക്കുകയാണ്. അവനെ പുറത്തു കളയുക. ഇതാണ് ദൈവത്തിന്റെ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന കാര്യം. ഇതിന് സംഘടന എതിരാണ്. സംഘടന പറയും അങ്ങനെ എല്ലാരും കൂടെ ഇറങ്ങിപ്പോയാൽ പിന്നെ സഭയ്ക്കകത്ത് ആള് കാണുമോ? അത് വചനപ്രകാരം പറയാം. വചനത്തിന് അതൊരു വിഷയമല്ല. വചനവും സംഘടനയും തമ്മിൽ എതിരാണ്. വചനത്തിന്റെ വ്യവസ്ഥയും സംഘടനയുടെ വ്യവസ്ഥയും തമ്മിൽ വിരോധമാണ്. ഇത് അറിയുന്നവനാണ് കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ച് നിന്ന് ദൈവരാജ്യത്തിന് അവകാശിയായി തീർന്നില്ലെങ്കിൽ നിത്യദണ്ഡനത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ പകൽനേരം ദൈവസന്നിധിയിൽ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സ്വതം അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ മേഖലകളെ സ്വതം കർത്താവ് ക്രമീകരിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലി കേട്ട വചനങ്ങളെ വഹിച്ചുകൊണ്ട് സ്വതം ഡാഡി മമ്മി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിച്ചു.